ആരോഗ്യരംഗത്ത് വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്നതാണ് കേരളം കൈവരിച്ച നേട്ടങ്ങളെന്നാണ് നമ്മളെല്ലാം അഭിമാനിക്കാറ്. എന്നാൽ 1994 മുതൽ 2018 വരെ 4 ഘട്ടങ്ങളിലായി NSSO നടത്തിയ സർവേകൾ അടിസ്ഥാനമാക്കി ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസസ് നടത്തിയ പഠനപ്രകാരം ബോത്ത് കമ്മ്യൂണിക്കബിൾ ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിൽ കേരളം തുടർച്ചയായി മുന്നിട്ട് നിൽക്കുന്നെന്നാണ്. കൂടാതെ കാലങ്ങളായി സെക്സ് റേഷ്യോയിൽ മുന്നിട്ട് നിൽക്കുന്ന കേരളം നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ കാര്യത്തിൽ സെക്സ് റേഷ്യോയിൽ കുത്തനെ താഴോട്ടു പോയിരിക്കുകയാണ്. ആരോഗ്യ കേരളം എന്ന മലയാളിയുടെ അഹങ്കാരം നഷ്ടമാവുകയാണോ? നമസ്കാരം, സയൻസ് ടോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ശുദ്ധമായ കുടിവെള്ളം ഒരു റൈറ്റാണ്. അപ്പം അത് നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ കണ്ടാമിനേറ്റഡ് വാട്ടറിൻ്റെ ഒരു പ്രശ്നം. ലോകത്ത് എവിടെയൊക്കെ ഡെങ്കി ഉണ്ടോ അവിടെയെല്ലാം അതൊരു വലിയ ചാലഞ്ചാണ്. അറ്റ്ലീസ്റ്റ് 1-2 മെഡിക്കൽ കോളേജെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആക്കണം, ഓട്ടോണമസ് ആക്കണം. നമ്മുടെ ഇവിടെ പ്രധാന പ്രശ്നം ഈ ട്രാൻസ്ഫറാണ് ഒരു വലിയൊരു ആക്ടിവിറ്റി. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഫണ്ടിങ് കുറയാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റിയിലോട്ട് താല്പര്യം കുറയാനും. കാരണം അതുകൊണ്ട് ആരും വോട്ട് ചെയ്യുന്നില്ല. നമ്മുടെ നെയ്ബറിങ് സ്റ്റേറ്റായ തമിഴ്നാട്ടിൽ സത്യം പറഞ്ഞാൽ ഒരുപാട് പരിഷ്കാരങ്ങൾ നടക്കുന്നുണ്ട്. വളരെയധികം കാലം കഴിയുന്നതിന് മുമ്പ് ഹെൽത്ത് ഇൻഡീസസിൽ അവർ നമ്മളെക്കാളും മുന്നോട്ട് വന്നാൽ അതിൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല. പ്രമുഖ ഹെൽത്ത് എക്കണോമിസ്റ്റും എപ്പിഡെമിയോളജിസ്റ്റും ആയ പ്രൊഫസർ വി രാമൻകുട്ടിയാണ് ഇന്ന് സയൻസ് ടോക്കിൽ അതിഥി. ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് റിസർച്ചിലെ പ്രൊഫസർ ആയിരുന്നത് കൂടാതെ 2002 മുതൽ 2007 വരെ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ആരോഗ്യ പദ്ധതികൾക്ക് ഡൊമെയിൻ എക്സ്പേർട്ടായും കൺസൾട്ടൻ്റായും പ്രവർത്തിച്ചു. നിലവിൽ ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എമിറിറ്റസ് പ്രൊഫസർ, തൃശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് അമല ക്യാൻസർ റിസർച്ച് സെൻറ്ററിൻ്റെ റിസർച്ച് ഡയറക്ടർ ആണ്. ആധുനിക കേരളത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ അച്യുത മേനോൻ്റെ മകനും ആണ്. സയൻസ് ടോക്കിലേക്ക് സ്വാഗതം പ്രൊഫസർ. നമ്മൾ ഇപ്പോൾ പകർച്ചവ്യാധികളുടെ കാര്യം എടുത്താൽ നമുക്ക് ഈ വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ അങ്ങ് മലബാർ മേഖലയിൽ കണ്ടിന്യൂസ് ആയിട്ട് അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇങ്ങ് തിരുവനന്തപുരത്ത് എത്തുമ്പോഴത്തേക്ക് കോളറ. ഇതിൻ്റെ മധ്യമേഖല നോക്കുമ്പോൾ എറണാകുളം, മലപ്പുറം ജില്ലകളിൽ മഞ്ഞപ്പിത്തം, ആലപ്പുഴ ജില്ലയിൽ ഏവിയൻ ഫ്ലൂവും വെസ്റ്റ് നൈലും, ഇങ്ങനെ പനികളുടെ ഒരു വൈവിധ്യങ്ങളാണ്. പക്ഷേ എണ്ണം നോക്കുമ്പോഴും നമുക്ക് ഈ 7 മാസം കൊണ്ട് 15 ലക്ഷത്തിന് മേളിൽ ആണ് പകർച്ചപ്പനി കേസുകൾ ആകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മരണനിരക്കും വളരെ നന്നായിട്ടുണ്ട്. പകർച്ചപ്പനി പ്രതിരോധത്തിൽ കേരളത്തിന് എവിടെയാണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത്? താങ്കൾ പറഞ്ഞത് ശരിയാണ്. കാരണം ഈ ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസസിൻ്റെ ഈ വർഷം പ്രത്യേകിച്ചും വളരെയധികം നമ്മൾ ഇതുവരെ കാണാത്തത് പലതും കാണുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ചുള്ള അത് 2 കാര്യങ്ങളുടെ സൂചനയാണ്. ഒന്ന്, നമ്മുടെ ഒരു എൻവയൺമെൻറ്റൽ ഡീഗ്രഡേഷൻ ഒരു പ്രധാന പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു ജലം, കോളറ ഒക്കെ അങ്ങനെയുള്ള വരുന്നതാണ്. ജലത്തിൻ്റെ ഒരു ക്വാളിറ്റി കുറയുന്നതുകൊണ്ടാണല്ലോ അത്. നമുക്ക് ഈ പനികളിലെല്ലാം ഒരു പൊതു സ്വഭാവം കാണാം. കാരണം അമീബിക് മസ്തിഷ്ക ജ്വരവും ഈ കണ്ടാമിനേറ്റഡ് വാട്ടറിൽ ഇറങ്ങി കുളിക്കുമ്പോഴാണ്. മഞ്ഞപ്പിത്തവും വെള്ളത്തിൽ എന്നാണ്. പിന്നെ കോളറ വരുമ്പോഴും. അപ്പം നമ്മുടെ ജലം കണ്ടാമിനേറ്റഡ് ആകുന്നു എന്നുള്ളതാണ്. ഉണ്ട് അങ്ങനെ. അത് തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് വളരെ അവെയർ ആയിരിക്കണം. പിന്നെ എനിക്ക് തോന്നുന്നു ഇത്ര വ്യാപകമായ തോതിൽ ഇത് സംഭവിക്കാത്തതിൻ്റെ ഒരു കാരണം കേരളത്തിലെ ഒട്ടുമിക്കവാറും പേര് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന സ്വഭാവമുള്ളതുകൊണ്ടായിരിക്കണം. പക്ഷെ അത് മാത്രം ഒരു പ്രതിരോധമായിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം എസ്പെഷ്യലി നമ്മളിപ്പോൾ വളരെ ആധുനികമെന്ന് വിചാരിക്കുന്ന ഒരു ജനതയെ സംബന്ധിച്ചോളം ശുദ്ധമായ കുടിവെള്ളം ഒരു റൈറ്റാണ്. അപ്പം അത് നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ കണ്ടാമിനേറ്റഡ് വാട്ടറിൻ്റെ ഒരു പ്രശ്നം. അതൊരു വശം. പൊതുവേ എൻവയൺമെൻറ്റ് ഇപ്പോൾ മറ്റേതാണെങ്കിൽ ഇപ്പം ഇതുപോലെയുള്ള കൊതുകിൻ്റെ വർധനം, അതൊക്കെയാണ് മറ്റ് പല രോഗങ്ങൾക്കും. ഡെങ്കിപ്പനി വളരെ വർദ്ധിക്കുകയാണ്. ഇപ്പോൾ ജൂലൈ മാസം തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വർഷം ആകെ
12,000-ൽ പരം കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു 25% ജൂലൈ മാസത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. മരണനിരക്കും കൂടി വരികയാണ് സർക്കാർ കണക്ക് പ്രകാരം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതായത് നമുക്ക് ഇപ്പോൾ ഈ മാലിന്യ സംസ്കരണത്തിൻ്റെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതോടുകൂടി മൺസൂൺ വരുമ്പോൾ മൺസൂൺ ഇടയ്ക്ക് വെയിലും അങ്ങനെയൊക്കെയുള്ള കാലാവസ്ഥ ഈ ഡെങ്കിക്ക് വളരെ അനുകൂലമാണ്. ചെറുതായിട്ടുള്ള വെള്ളക്കെട്ട് മതി. ഈവൻ ഇൻസൈഡ് ദ ഹൗസ് പോലും പരുകാൻ പറ്റുന്ന കൊതുകുകളാണ് ഡെങ്കി പരത്തുന്നത്. ഇപ്പം ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കൂടി ചേരുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പകർച്ചവ്യാധികൾ വരുന്നത് ഒരു വശത്ത്. രണ്ടാമത് പറയാനുള്ളത് അതിൻ്റെ അപ്പുറം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈഡിൽ നിന്നുള്ള ഈ സർവെയിലൻസ് ആക്ടിവിറ്റിയിൽ വലിയ പുറകോട്ട് പോക്ക് സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഈ പണ്ട് കൃത്യമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഹെൽത്ത് സർവീസിൻ്റെ ഹെൽത്ത് വർക്കേഴ്സിൻ്റെ ശുചീകരണം മാത്രമല്ല, ഈ പനി റിപ്പോർട്ടിങ്ങും അവർ ചെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന ഇതുപോലെയുള്ള സോഴ്സ് റിഡക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും നടക്കുന്നില്ല എന്ന് ഹെൽത്ത് സർവീസിലുള്ള ആളുകൾ തന്നെ, ഞാനിപ്പോൾ നേരിട്ട് അത് കണ്ട് അനുഭവിച്ച് പറയുന്നതല്ല, പക്ഷെ അങ്ങനെ ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നു. പലപ്പോഴും ഫീൽഡ് വർക്ക് ഒരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റി ആയിരുന്നു ഹെൽത്ത് സർവീസിൻ്റെ ആയിരിക്കണം. പക്ഷെ അത് വേണ്ട വിധത്തിൽ നടക്കുന്നില്ല, സൂപ്പർവിഷൻ പോരാ എന്നൊക്കെയുള്ള ഇതുകൾ പലരും പോയിൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇതിൽ പ്രതിഫലിക്കുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത്, ഇപ്പോൾ പണ്ട് നേരിട്ട് ഹെൽത്ത് സർവീസിൻ്റെ ഹെൽത്ത് വർക്കേഴ്സ് ചെയ്തിരുന്ന കാര്യങ്ങൾ അവരിപ്പോൾ ആശാ വർക്കേഴ്സിന് എന്താ പറയുക, മറിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അവർ പക്ഷേ അങ്ങനെ നേരിട്ട് സ്റ്റേക്കുള്ള ആളുകളല്ല, അവർ കോൺട്രാക്റ്റ് പോലെയാണല്ലോ. അതുകൊണ്ട് ആ ജോലി ശരിക്കും നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു പൊതുവേ പറഞ്ഞാൽ അതിൻ്റെ സൂപ്പർവിഷൻ ഒരു ഇഷ്യൂ ആയിട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പല ഡോക്ടർമാരും റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അവരത് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമായിട്ടാണ് നമുക്ക് ഈ ഇൻഫെക്ഷ്യസ് ഡിസീസ് വളരെ വർദ്ധിച്ച് വരുന്നത്. അതായത് ഭരണ സംവിധാനങ്ങളിൽ തന്നെ ഒരു പാളിച്ചയുണ്ട്. ഇപ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ തൊട്ട് സർക്കാർ തലത്തിലേക്ക് വരുമ്പോൾ തന്നെ ഈ ഒരു ഭരണ സംവിധാനത്തിൽ ഒരു പാളിച്ച നമുക്ക് കാണാൻ കഴിയും. പാളിച്ച എന്ന് പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ നമ്മൾ വേറൊരു വിധത്തിൽ പറഞ്ഞാൽ അതിൻ്റെ ഗവർണൻസ് എന്ന് പറയുന്ന ഇഷ്യൂ, അതാണ് താഴെ തട്ടിൽ കാര്യങ്ങൾ ശരിക്കും നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനുള്ള സംവിധാനത്തിൽ പിഴവുകൾ വരുന്നുണ്ട്. ഒബ്വിയസ്ലി അതാണ്. നമുക്ക് ജനങ്ങളുടെ ഭാഗത്ത് നോക്കുമ്പോൾ മഴക്കാലം എത്തുന്നതിന് മുമ്പ് തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയാലേ ഈ വെള്ളം കെട്ടി നിൽക്കാതെ ഒഴുകിപ്പോകും. ഇത് പലയിടത്തും മഴ പെയ്തു തോർന്നാലും ദിവസങ്ങളോളം കെട്ടി നിൽക്കുകയാണ്. അപ്പോൾ കൊതുകുകൾ പെരുകാൻ അതെല്ലാം പ്രശ്നമാണ്. അതിൻ്റെ കൂടെ ഓഫ് കോഴ്സ് കാലം തെറ്റി വരുന്ന മഴ ഒരു ഇഷ്യൂ ആണ്. ഇപ്പോഴത്തെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മഴയൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ഇതൊക്കെ നമുക്കിപ്പോൾ 2-3 കൊല്ലമായിട്ട് പ്രവചിക്കാൻ പറ്റാത്ത സമയത്ത് മഴ വരുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റും. അതുകൊണ്ട് അതിനനുസരിച്ച് ഏത് സമയത്തും പ്രിപ്പയർഡായിട്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു. അതിനനുസരിച്ച് സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല. കാരണം ഈ ഡ്രെയിനേജ് ഇത് ഏറ്റവും ഒഴുകി വെള്ളം കെട്ടി നിൽക്കാതെ ഒഴുകി പോകുക, അതൊരു വലിയ ഇഷ്യൂ ആണ്. മാലിന്യ സംസ്കരണം, ജലത്തിൻ്റെ ഒഴുക്ക്, സുഗമമായ ഒഴുക്ക്, അതിൻ്റെ ക്വാളിറ്റി, കുടിവെള്ളത്തിൻ്റെ ക്വാളിറ്റി മോശമാവുന്നത്, അഴുക്ക് വെള്ളവും കുടിവെള്ളവും കൂടി കലരുന്നതുകൊണ്ടാണല്ലോ ഈ രോഗങ്ങൾ വരാനുള്ള സാധ്യത. ഇതെല്ലാം പ്രശ്നമാണ്. ഇത് രോഗങ്ങളുടെ എണ്ണത്തിൻ്റെ അല്ലെങ്കിൽ ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിലെ വർധനവിൻ്റെ കാരണമായിട്ട് പറയാം. പക്ഷേ നമുക്ക് ഈ ഡെങ്കിപ്പനിയുടെയൊക്കെ കേസുകൾ എടുക്കുകയാണെങ്കിൽ മരണനിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു, അതും അഡൾട്ട് പോപ്പുലേഷനിൽ തന്നെ. അപ്പോൾ 2 വാദങ്ങൾ, ഒന്ന് വൈറസ് കരുത്താർജിക്കുന്നെന്നും 2 നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നതായിട്ട്, അങ്ങനെ എന്തെങ്കിലും സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അല്ല, ഇമ്മ്യൂണിറ്റി കുറയുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഓരോ ഊഹങ്ങൾ പറയുന്നതാണ്. ആരും അത് പഠിച്ച് പറയുന്നതാണെന്ന് അങ്ങനെ ഒരു പേപ്പറൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഡെങ്കിയെക്കുറിച്ച് പറയാനുള്ളത്, ഡെങ്കി ലോകത്ത് എവിടെയൊക്കെ ഡെങ്കി ഉണ്ടോ അവിടെയെല്ലാം അതൊരു വലിയ ചാലഞ്ചാണ്. അത് നമുക്ക് ഡെങ്കി ശരിക്കും നമുക്ക് അത് കണ്ടെയ്ൻ ചെയ്യാൻ എനിക്ക് തോന്നുന്നു സയൻസിന്, പബ്ലിക് ഹെൽത്തിന് മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതിപ്പോഴും ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ സിംഗപ്പൂർ പോലെയൊക്കെയുള്ള വളരെ അഡ്വാൻസ് രാജ്യങ്ങളിൽ പോലും ഡെങ്കി ഉണ്ട് ഇപ്പോഴും. അതിൻ്റെ ഡെങ്കിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡെങ്കി വീണ്ടും വീണ്ടും വരും, പല ഡിഫറെൻറ്റ് സ്ട്രെയിൻസ് വന്നിട്ട്. അപ്പോൾ ഓരോ തവണ വരുമ്പോഴും പഴയ സ്ട്രെയിനിനൊരു ആൻറ്റിബോഡി ഉണ്ടാവുകയും പുതിയ സ്ട്രെയിനും അതും കൂടെ ഒന്നുകൂടെ വരുമ്പോൾ അത് കൂടുതൽ റിയാക്ഷൻ ഉണ്ടാക്കാനും മരണത്തിലേക്കൊക്കെ നയിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. പക്ഷേ അതിൻ്റെ മറുവശം എന്താണെന്ന് വെച്ചാൽ, ഡെങ്കിയിൽ ആ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഡെങ്കിയുടെ എങ്ങനെ ഡെങ്കി വന്ന ആളുകളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അത് മരണത്തിലേക്ക് എത്തിക്കാതെ അവർ
എല്ലാവരും മരിച്ചു പോകേണ്ട തരത്തിലുള്ള രോഗമൊന്നുമല്ല ഡെങ്കി. പക്ഷെ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വഷളാവുന്നതുകൊണ്ട് അത് നമുക്ക് ആ സമയത്ത് ഇടപെടാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ എങ്ങനെ അത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അത് കറക്റ്റായിട്ടൊരു പ്രോട്ടോക്കോൾ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്ത പല രാജ്യങ്ങളിൽ, ഇപ്പോൾ സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങളിൽ അവരാണ് അതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഡെങ്കി വന്നവരെ കണ്ടുപിടിച്ച് നന്നായിട്ട് ചികിത്സിച്ച് കൃത്യമായ അതിനുള്ള ഫെസിലിറ്റീസ്, ഇപ്പോൾ പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷനോ എന്താണെന്ന് വെച്ചാൽ അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ എല്ലായിടത്തും ഒരുക്കുക. അങ്ങനെയുള്ള പ്രിപ്പയർഡ്നെസ് വളരെ ആവശ്യമാണ് ഡെങ്കിയുടെ മരണനിരക്ക് കുറയ്ക്കാനായിട്ട്. ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ പ്രവർത്തനം നടക്കുന്നുണ്ടോ? കാരണം സർക്കാരിൻ്റെ വാർഷിക റിപ്പോർട്ട് പ്രകാരം തന്നെ 2018 നിന്ന് 2022 എത്തുമ്പോഴത്തേക്ക് ഡെങ്കി ബാധിച്ച മരണങ്ങളുടെ എണ്ണം ഇരട്ടിയിലധികമാണ്. സർക്കാരിൻ്റെ മുമ്പിൽ തന്നെ ഈ കണക്കുകളുണ്ട്. അപ്പോൾ സർക്കാർ എന്തെങ്കിലും ഇതിനു വേണ്ടി സ്പെസിഫിക് ആയിട്ട് പദ്ധതികളോ പ്രവർത്തനങ്ങളോ തുടങ്ങിയിട്ടുണ്ടോ? ഡെങ്കി സ്പെസിഫിക് ആയിട്ട് വല്ലതും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഉണ്ടായിരിക്കാം. അത് ഞാൻ ഇപ്പോൾ എനിക്ക് ഇല്ലയെന്ന് പറയാൻ, എൻ്റെ അറിവിലില്ല എന്ന് പറയാനേ പറ്റുള്ളൂ. പറഞ്ഞത് ശരിയാണ്, അതാണ് വേണ്ടത്. പക്ഷേ കേരളത്തിലെ ഒരു വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ചികിത്സാ സൗകര്യങ്ങൾ നോക്കിയാൽ 60% പ്രൈവറ്റ് സെക്ടറിലാണ്. അപ്പോൾ ആളുകൾ പലപ്പോഴും ആദ്യം എത്തിപ്പെടുന്നതും പ്രൈവറ്റ് ആശുപത്രികളിലൊക്കെയാണ്. അപ്പോൾ അവിടെ കറക്റ്റായിട്ട് പ്രോട്ടോക്കോളുകൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കാൻ നമുക്ക് യാതൊരു സംവിധാനവും ഇല്ല. അപ്പോൾ പലപ്പോഴും അത് അവിടെയൊക്കെ ചെന്ന് മോശമായി കഴിയുമ്പോഴാണ് പലപ്പോഴും പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് പോകുക. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള പ്രോട്ടോക്കോൾ ഉണ്ടാക്കുകയും അത് എല്ലാവരും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും കറക്റ്റായിട്ടുള്ള പ്രോട്ടോക്കോൾ ഉണ്ടാക്കാനൊക്കെയുള്ളൊരു ശ്രമം ഒരു 5-8 കൊല്ലം മുമ്പ് ഹെൽത്ത് സർവീസിൽ നടന്നിരുന്നു. പക്ഷെ അത് ഒരു പോയിൻ്റ് എത്തിയപ്പോൾ അത് എവിടെ എത്താതെ പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അതിൻ്റെ തന്നെ 1-2 മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, പ്രോട്ടോക്കോളുകൾ ഉണ്ടാക്കാനുള്ള മീറ്റിങ്ങിൽ. അന്ന് എന്തായിരുന്നു ആ പ്രോട്ടോക്കോൾ? അല്ല, അത് ഒന്നിന് മാത്രമല്ല, പല കാര്യങ്ങൾക്കും എന്ത് ചെയ്യണം എന്നുള്ളത് അത് പല തലത്തിലുള്ള ആളുകളായിട്ട് ആലോചിച്ച് അത് പ്രൈവറ്റ് ആശുപത്രികളെയും കൂടെ ഉൾപ്പെടുത്തി അത് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു ശ്രമമായിരുന്നു. അത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ശ്രമമായിട്ടൊരു അത് പ്രോജക്റ്റ് പോലെ ചെയ്തതാണ്. പ്രോട്ടോക്കോള് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതായിട്ടാണ് ഞാൻ അറിയുന്നത്. പക്ഷെ അതിപ്പോൾ പാലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ഒരു വലിയൊരു ബുദ്ധിമുട്ട് അതാണ്. നമ്മളൊരു ശ്രമം നടത്തിയ പിന്നീട് പലപ്പോഴും സംഭവിക്കുന്നത് മുകളിലുള്ള ആളുകൾ മാറുമ്പോൾ ഇതെല്ലാം അങ്ങ് മാറും. അപ്പോൾ നമ്മുടെ അതിൽ വേറൊരു ഇഷ്യൂ ഉള്ളത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂ ആണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സ്റ്റേറ്റിലെ ഹെൽത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് ഹെൽത്ത് സെക്രട്ടറിയാണ്. അപ്പോൾ ഹെൽത്ത് സെക്രട്ടറി എന്ന് പറയുന്ന ആൾ ഇടയ്ക്കിടയ്ക്ക് മാറും. ചിലർ നല്ല എഫിഷ്യൻ്റാണ്, അപ്പോൾ കാര്യങ്ങൾ നന്നായിട്ട് നടക്കും. അത് കഴിഞ്ഞ് വരുന്ന ആൾ ചിലപ്പോൾ സ്വന്തം കാര്യത്തിൽ, ഞാൻ ആളുകളെ പറയുന്നില്ല, പക്ഷേ ഇത് ഉള്ള വാസ്തവം പറയാണ്, അവനവൻ്റെ കാര്യം നോക്കുന്ന ആളുകളും സെക്രട്ടറി ആയിട്ട് വന്നിട്ടുണ്ട്. അതോടുകൂടി നമ്മുടെ ഹെൽത്ത് താഴെ പോകും. ഇത് പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യമാണ്. അല്ലാതെ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ സയൻസ് ടോക്കിൽ പങ്കെടുത്ത അതിഥികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ തുടങ്ങി വളരെ ദീർഘവീക്ഷണമുള്ളവർ ഹെൽത്ത് സെക്രട്ടറി ആയിട്ട് വരുമ്പം വളരെ നല്ല പദ്ധതികളെല്ലാം തുടങ്ങി വെക്കും, പിന്നെ വരുന്നവരത് കണ്ടിന്യൂ ചെയ്യുന്നില്ല, അതിന് വേണ്ട ഹ്യൂമൻ റിസോഴ്സസ് പോലും അവൈലബിൾ ആക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൽ എനിക്കുള്ള ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഹെൽത്ത് സെക്രട്ടറി ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ടെക്നിക്കൽ ഇഷ്യൂ ആണ്. അപ്പോൾ അതിൽ താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ അതിന് കഴിവുള്ളവരോ ആയിരിക്കണം അതിൻ്റെ ടോപ്പിൽ വരുന്നത്. അതിപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൽ അതിന് മോഡൽസ് ഉണ്ട്. ഇപ്പോൾ ബയോടെക്നോളജി, സ്പേസ്, അങ്ങനെയുള്ള രംഗങ്ങളിൽ സെക്രട്ടറി എന്ന് പറയുന്ന ആൾ IAS കാരനല്ല. അത് ടെക്നിക്കലായിട്ടുള്ള ഒരാളെ അവർ സെലക്ട് ചെയ്ത് 5 കൊല്ലത്തേക്ക് അങ്ങനെ കോൺട്രാക്റ്റ് കൊടുത്താണ് ടോപ്പിൽ. ഇന്ത്യ ഇപ്പോൾ ഹെൽത്തിൽ തന്നെ ഹെൽത്ത് റിസർച്ചിന് ഒരു സെക്രട്ടറി ഉണ്ട്. അത് ICMRൻ്റെ ഡയറക്ടർ ജനറലാണ്, ഒരു ഡോക്ടറായിരിക്കും. അപ്പോൾ പക്ഷേ എല്ലാ ഡോക്ടറും സീനിയോറിറ്റി കൊണ്ട് അവിടെ എത്താൻ പറ്റില്ല. സീനിയറായിട്ടുള്ള ആളുകളിൽ നിന്ന് ഗവൺമെൻറ് ഇൻ്റർവ്യൂ ചെയ്ത് ഒരാളെ അതിലേക്ക് വയ്ക്കുകയാണ് പതിവ്. അപ്പോൾ അതുപോലെയുള്ള ഒരു സംവിധാനം നമുക്കും വേണം. ഇവിടെ അതിനുള്ള ഉദാഹരണങ്ങൾ കേരളത്തിൽ തന്നെ പണ്ടുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി സെക്രട്ടറി IAS കാരനല്ല, പക്ഷെ അതൊരു ചെറിയ വകുപ്പാണ്, അതൊരു ശാസ്ത്രജ്ഞനെയാണ് സാധാരണ വയ്ക്കുന്നത്. പണ്ട് KPP നമ്പ്യാരെ ഇൻഡസ്ട്രി സെക്രട്ടറി ആയിട്ട് നിയമിച്ച ചരിത്രം കേരളത്തിലുണ്ട്. അദ്ദേഹം IAS കാരനോ കേരള സർവീസിൽ പോലുമുള്ള ആളല്ല. അപ്പോൾ അങ്ങനെ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ട് ആളുകൾ മുകളിൽ വരുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ആലോചിക്കണം. കാരണം അങ്ങനെ ഫ്യൂച്ചറിലേക്ക് ആലോചിക്കുന്ന അങ്ങനെയുള്ളൊരു പ്ലാനിംഗ് ഒന്നും ഇവിടെ ഞാൻ കാണുന്നില്ല. കേരളം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊച്ചു കേരളം എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ബഹുമാനപ്പെട്ട വെൽത്താൻ സാർ എപ്പോഴും
പ്രൈവറ്റ് കോൺവെർസേഷനിൽ പറയായിരുന്നു, നമ്മളെപ്പോഴും കൊച്ചു കേരളം എന്ന് പറഞ്ഞു. കൊച്ചു കേരളമൊന്നുമല്ല, വലിയ 3.5 കോടി ആളുകളെന്ന് പറഞ്ഞാൽ കാനഡയുടെ പോപ്പുലേഷൻ ഉണ്ട്. അത്രയുള്ള ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കാൻ നമുക്ക് കഴിയണം. എലിപ്പനിയുടെ കേസുകൾ എടുത്താൽ കേസുകൾ കുറവാണ്, പക്ഷെ മരണനിരക്ക് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഒരു 1500 കേസ് വന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ 85-ലേറെ മരണമാണ്. അതൊക്കെ കൂടുതലാണ്. അത് പക്ഷേ എനിക്ക് തോന്നുന്നത് അതും ഈ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളിൻ്റെ ഒരു പ്രശ്നമാണ്. അത് പലപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യാത്തപ്പെടുന്നതോ അല്ലെങ്കിൽ പലതരത്തിലുള്ള ചികിത്സകളിലേക്കൂടെയൊക്കെ കയറി അവസാനം വളരെ സീരിയസ് ആകുമ്പോൾ മാത്രം ആശുപത്രിയിൽ വരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഞാൻ പറഞ്ഞു, ഒരു പ്രോട്ടോക്കോളും എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് എങ്ങനെ കറക്റ്റായിട്ട് മോർട്ടാലിറ്റി അവോയ്ഡ് ചെയ്യണം എന്നുള്ളതിനൊരു അപ്രോച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടിയിരിക്കും. അതായത് രോഗം ഏതാണ്, ഏത് തരം പനിയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൽ കാലതാമസം നേരിടുന്നുണ്ട്, ഉണ്ടായിരിക്കണം. അത് കൃത്യമായ ഒരു പ്രോട്ടോക്കോളിൻ്റെ അഭാവം തന്നെയാണ്. അതിനാണ് സാധ്യത. അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു നിഗമനത്തിലെത്താനേ പറ്റുള്ളൂ. നമ്മളെ ഭയപ്പെടുത്തി നിപ്പ 5ാമതും വന്നു. ഇതിനു മുമ്പ് 4 പ്രാവശ്യം വന്നതും ഏകദേശം ഒരേ മേഖലയിൽ തന്നെയാണ്, കോഴിക്കോട് മലപ്പുറം റീജിയണിൽ തന്നെയാണ്. നമുക്ക് ഈ 5 പ്രാവശ്യവും ഇൻഡെക്സ് പേഷ്യൻറ്റിനെ കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷേ എന്നിട്ടും വവ്വാലിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യരിലേക്ക് നിപ്പ പകരുന്നതെന്ന് ഇതുവരെയും കണ്ടെത്താൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് അതിനുള്ളൊരു എഫേർട്ട് നമ്മൾ എടുത്തിട്ടില്ല. നമ്മളൊരു വൺ ഹെൽത്തിനെ കുറിച്ച് കോൺഫറൻസൊക്കെ നടത്തുന്നല്ലാതെ അതിനെക്കുറിച്ച് പഠിക്കാനായിട്ടൊരു ടീമിനെ ഉണ്ടാക്കുകയോ ഇതിനെക്കുറിച്ചുള്ള പേപ്പർ ഞാൻ കണ്ടിട്ടുള്ളത് ഇൻ്റർനാഷണൽ ജേർണൽസിൽ വേറെ നാട്ടിൽ നിന്നുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് മലേഷ്യയിലും കേരളത്തിലും ഒക്കെ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്, അതിനെക്കുറിച്ച് പേപ്പർ എഴുതിയിട്ടുണ്ട്. അവർ ഉള്ള ഡാറ്റയൊക്കെ വെച്ച് പഠിച്ചിട്ട് എന്തുകൊണ്ടാണ് മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ആണോ ഇതിൻ്റെ കാരണം, ആളുകൾ അതിനെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇരിക്കുന്ന നമ്മൾ നേരിട്ട് അഫക്റ്റ് ചെയ്യപ്പെടുന്ന നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. നമ്മൾ ചിന്തിക്കുന്നത് നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്തോ ട്രീറ്റ് ചെയ്തോ അതൊക്കെ നല്ലത് തന്നെ. അല്ല, തീർച്ചയായിട്ടും നമ്മുടെ അതിനുള്ള പ്രതിരോധം അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് വന്നു എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം എന്തുകൊണ്ടോ അത് ആരും ചോദിക്കുന്നില്ല. അതൊരു ഇഷ്യൂ തന്നെയാണ്. നമ്മുടെ തോന്നക്കലിലുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതിനെക്കുറിച്ച് പഠനം നടക്കുന്നില്ലേ? പക്ഷേ ഇവരുടെ കുഴപ്പമെന്ന് പറഞ്ഞപ്പോൾ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ള താല്പര്യം അതിൻ്റെ വൈറസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിൻ്റെ സ്ട്രെയിനും അങ്ങനെയുള്ള പ്യൂർലി ബയോളജിക്കൽ ആസ്പെക്ട്സ് ആണ്. പക്ഷേ ഇത് കൂടുതലും ഒരു പബ്ലിക് ഹെൽത്ത് ആസ്പെക്റ്റാണ്. എന്തുകൊണ്ട് മനുഷ്യരിലേക്ക് ഇങ്ങനത്തെ അതിനെക്കുറിച്ച് ലോകത്തെല്ലായിടത്തും വലിയ പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ തന്നെ എന്തുകൊണ്ടാണ് അത് അവിടെ ഒരു അനിമൽ മാർക്കറ്റിൽ നിന്നാണല്ലോ ആദ്യം വന്നത്, അങ്ങനെയാണോ അല്ലയോ, അതോ ലാബിൽ നിന്ന് വന്നതാണോ എന്നൊക്കെ പറഞ്ഞ് വലിയ ചർച്ചകളും അതിനെക്കുറിച്ച് അതെങ്ങനെ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പഠിക്കുന്നുണ്ട് ആളുകൾ. പക്ഷേ നമ്മളതിലോട്ട് പൊതുവേ നമുക്കൊരു ഗവേഷണത്തിനോടുള്ള ആഭിമുഖ്യം വളരെ കുറവാണ്, പ്രത്യേകിച്ച് ഒരു മെഡിക്കൽ കമ്മ്യൂണിറ്റിക്ക്. അതെന്തുകൊണ്ടാണ്? കാരണം കേരളം മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും വളരെ കാലം മുമ്പ് തന്നെ ആരോഗ്യരംഗത്ത് മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് നമ്മളെല്ലാം വിശ്വസിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഇത്രയും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സൊക്കെ ഉണ്ടായിട്ടും അങ്ങനെ ഒരു പഠനം ശരിക്കും നടക്കാത്തത് എന്തുകൊണ്ടാണ്? പല കാരണങ്ങളുണ്ട്. ഒരു കാരണം ഗവേഷണം അതൊരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്, നമുക്ക് സൈഡ് ബിസിനസ്സായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അങ്ങനെ ഗവേഷണത്തിലോട്ട് കമ്മിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള ഇൻസെൻറ്റീവും ഇല്ല. ഇപ്പോൾ ഒരു ക്ലിനീഷ്യനാണ് അല്ലെങ്കിൽ ഒരു ഡോക്ടറാണെങ്കിൽ അദ്ദേഹം ഗവേഷണത്തിന് പ്രത്യേകിച്ച് സമയം കണ്ടെത്തണം. അപ്പോൾ ആ സമയം കണ്ടെത്തുന്നതിന് അപ്പോൾ ആ സമയത്ത് പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്താൽ കൂടുതൽ പൈസ കിട്ടും. പൈസ മാത്രമല്ല, ആളുകളുടെ റെക്കഗ്നിഷനും കിട്ടും. ഗവേഷണം ചെയ്യുന്ന ആളാണെന്ന് ആരറിയുന്നു, അങ്ങനെയൊക്കെയുള്ള പ്രശ്നം. ഇപ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജിലെ റോൾ മോഡൽസ് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ റോൾ മോഡൽസ് എന്ന് പറഞ്ഞാൽ പൈസാറൊക്കെയാണ് തിരുവനന്തപുരത്ത്. അദ്ദേഹം വലിയ ഫിസിഷ്യനാണ്, പക്ഷെ അദ്ദേഹം ഗവേഷകനൊന്നുമല്ല. അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലാതെ ഒരു ഗവേഷണത്തിന് പോകണം എന്നുള്ള അതിനൊരു റോൾ മോഡലില്ല. അതങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നേരെ മറിച്ച് ഇപ്പോൾ വെല്ലൂരോ ഒക്കെ പഠിക്കുന്നവർ പലരും ഗവേഷണത്തിലേക്ക് എത്തിപ്പെടും. കാരണം അവിടെ കാണുന്നവരിൽ ടീച്ചർമാരിൽ 10-ൽ 4 ആളും ഗവേഷണം ചെയ്യുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതിനൊരു ഇൻസെൻറ്റീവ് ഉണ്ട്. പിന്നെ ഈ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർക്ക് ഈ അടിക്കടി ട്രാൻസ്ഫർ വരുന്നത് അവരുടെ ഗവേഷണത്തെ തീർച്ചയായിട്ടും ബാധിക്കും വളരെയധികം. ഞാനൊരു ഒരു അനക്ഡോട്ടലായിട്ടൊരു കഥ പറയാം. പണ്ട് എൻ്റെ ഒരു സ്നേഹിതൻ, അദ്ദേഹം ഇന്നില്ല, അദ്ദേഹം ഇവിടെ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ്റെ ഫെലോഷിപ്പിൽ കാനഡയിൽ റിസർച്ച് ട്രെയിനിങ്ങിന് പോയി. അപ്പോൾ റോക്ക്ഫെല്ലറുമായിട്ടുള്ള കരാർ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ തിരിച്ചു വരുന്നവരെ 5 കൊല്ലം
അതാത് മെഡിക്കൽ കോളേജിൽ റിറ്റെയിൻ ചെയ്യുന്നതായിരുന്നു. ഇദ്ദേഹത്തിന് വന്നതിൻ്റെ പിറ്റേ മാസം തന്നെ ട്രാൻസ്ഫർ ആക്കി. അപ്പോൾ അദ്ദേഹം അത് കരാർ എഴുതി കൊടുത്തിട്ടുള്ളതാണ് ഗവൺമെൻറ്. അപ്പോൾ അത് അന്വേഷിക്കാനായിട്ട് പുള്ളി സെക്രട്ടേറിയറ്റ് ചെന്ന കൺസേൺഡ് സെക്രട്ടറി അല്ല അണ്ടർ സെക്രട്ടറി ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അദ്ദേഹത്തിനും അഡീഷണൽ സെക്രട്ടറി ആയിരിക്കും, ചോദിച്ചു എന്താണ് ഇങ്ങനെ കരാറിലുണ്ടല്ലോ പിന്നെ എന്തിനാ എന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഗവൺമെൻറ്റും റോക്കഫെല്ലറുമായിട്ട് പല കരാറും ഉണ്ട്, അതൊന്നും ഡോക്ടർ അറിയണ്ട, ഡോക്ടർക്ക് ട്രാൻസ്ഫർ ഓർഡർ ഉണ്ട്, പൊയ്ക്കോളും. അപ്പോൾ ഇതാണ് ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ ഇതിൻ്റെ ഞങ്ങളെപ്പോലെയുള്ളവർ ഒരുപാട് കാലമായിട്ട് പറയുന്ന കാര്യമാണ്, അറ്റ്ലീസ്റ്റ് 1-2 മെഡിക്കൽ കോളേജെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആക്കണം, ഓട്ടോണമസ് ആക്കണം, അവിടെ തന്നെ നിലനിന്ന് ഒരു റിസർച്ച് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വർഷങ്ങളെടുക്കുന്ന ഒരു കാര്യമാണ്, ഒരാൾക്കൊരു നിമിഷം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അതിനൊരു ടീം വർക്ക് വേണം. അപ്പോൾ അത് ബിൽഡ് ചെയ്യണമെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി വേണം. ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി നാളെ എന്നെ പിടിച്ച് ട്രാൻസ്ഫർ ചെയ്താൽ ഇത് ആരുടെ തലയ്ക്ക് വയ്ക്കുന്നുള്ള അപ്പോൾ ആ രീതിയിലുള്ള ചിന്തകളാണെങ്കിൽ പിന്നെ അത് നടക്കില്ല. അത് എത്രയോ കാലം എത്രയോ സെക്രട്ടറിമാരോട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ ആരും കേൾക്കുന്നില്ല. കാരണം നമ്മുടെ ഇവിടെ പ്രധാന പ്രശ്നം ഈ ട്രാൻസ്ഫറാണ് ഒരു വലിയൊരു ആക്ടിവിറ്റി. അത് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇത്രയും ആളുകളുടെ സമയവും ഒക്കെ മെനക്കെടുത്ത് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആരെ എവിടെ ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളത്. അത് വലിയൊരു ലോകത്തെവിടെയും ഞാൻ കണ്ടിട്ടില്ല ഇത്രയധികം ട്രാൻസ്ഫറിന് വേണ്ടി. അപ്പോൾ അതിന് ആ ഒരു ഉത്തരവേ ഉള്ളൂ. ഒന്ന്, അതിൽ ഉൾപ്പെടുന്ന അഴിമതിയുടെ ഒരു ഇഷ്യൂ ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല, അത് പോട്ടെ. പിന്നീട് എന്താണെന്ന് വെച്ചാൽ ഈ സർക്കാരിലുള്ളവർക്ക് മന്ത്രിയായാലും സെക്രട്ടറി ആയാലും ആളുകളെ നിയന്ത്രിക്കുക, കൺട്രോളാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നം. എല്ലാവർക്കും മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യണം, അതാണ് പ്രധാന നമ്മുടെ ജീവിത ഉദ്ദേശം. അതിപ്പോൾ എല്ലാ തലത്തിലും എനിക്ക് തോന്നുന്നു മീഡിയയിൽ പോലും അതായിരിക്കും തുറന്നു പറയാൻ. എല്ലാ ഫീൽഡിലും മറ്റുള്ളവരെ എങ്ങനെ നമ്മുടെ കൺട്രോളിൽ വരുത്താം എന്നുള്ള ചിന്തയിലാണ് നമ്മളിരിക്കുന്നത്. അതൊരു വലിയൊരു, അതുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരു സമൂഹമായിട്ട് മാറുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏവിയൻ ഫ്ലൂ കേസുകൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ കുട്ടനാട് ഇപ്പോൾ താറാവ് കൃഷി, അവരുടെ പ്രധാന ജീവനോപാധിയായ താറാവ് കൃഷിയൊക്കെ നിരോധിച്ചിരിക്കുകയാണ് ഹ്രസ്വകാലത്തേക്ക്. അത് എത്രമാത്രം പ്രായോഗികമാണ്? മനുഷ്യരെ സംബന്ധിച്ചോളം അത് വലിയൊരു നഷ്ടം, ജീവനോപാധിയാണ് അവർക്കത്. അല്ലെങ്കിൽ അതിനുള്ള കോമ്പൻസേഷനോ അല്ലെങ്കിൽ അങ്ങനെ, പക്ഷെ അത് എത്രത്തോളം എന്ന് വെച്ച് ഗവൺമെൻറ്റിന് താങ്ങാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ലോകത്ത് മുഴുവൻ ഇപ്പോൾ ഉള്ള വലിയൊരു പബ്ലിക് ഹെൽത്ത് ഇഷ്യൂ ഈ വൈറസുകളാണ്, വൈറൽ കോൺഫ്ലിക്ട്സ്. ഇനിയും അടുത്ത പാൻഡമിക് വരും എന്നൊക്കെ തന്നെയാണ് ആളുകൾ പറയുന്നത്. അത് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർ പറയുന്നത് നമ്മൾ സൂക്ഷിച്ചിരിക്കണം. കാരണം അങ്ങനെയുള്ള ഭയങ്കരമായ മ്യൂട്ടേഷൻസൊക്കെ നടക്കുന്ന വൈറസുകൾ പലയിടത്തും വരുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഒരു കാരണമായിട്ട് പറയുന്നത് ഈവൻ ക്ലൈമറ്റ് ചേഞ്ച് തന്നെ ഈ മ്യൂട്ടേഷനെ സഹായിക്കുന്ന രീതിയിൽ ഉള്ള ഒരു ചേഞ്ചാണ്. അതുകൊണ്ട് കൂടുതൽ പ്രതീക്ഷിക്കാമെന്ന് പലരും പറയുന്നുണ്ട്. അപ്പോൾ അത് ഇനി ഭാവിയിലും അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. പൊതുവേ ഉള്ള ഒരു കാര്യമാണത്. സംസ്ഥാനത്താണേലും കേന്ദ്രത്തിലാണേലും വികസനം എന്ന് പറഞ്ഞാൽ ഈ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കലാണ് അവർക്ക് കാണിക്കാൻ. ഞങ്ങൾ ഇത്രയൊക്കെ വികസനം നടത്തി, ഈ ഒരു PR മാനേജ്മെൻറ്റ് പോലെയാകും. പക്ഷേ യഥാർത്ഥത്തിൽ വേണ്ടതല്ല ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ ഇപ്പോൾ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായിട്ട് ഫണ്ട് അനുവദിക്കുന്ന വളരെ കുറവാണ്. അത് ശരിയാണ്. അത് പ്രത്യേകിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനൊരു ഈ വികേന്ദ്രീകരണത്തിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലിപ്പോൾ ലോക്കൽ സ്ഥാപനങ്ങളൊക്കെ പഞ്ചായത്തിൻ്റെ കീഴിലായി, VHC അങ്ങനെ. അപ്പോൾ അത് നല്ല കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അവർക്ക് അവിടെ തന്നെ എല്ലാം സ്കീം. പക്ഷേ അതിൻ്റെ പ്രശ്നം ഇതാണ്, കാരണം അവർ പലപ്പോഴും ഇലക്റ്റഡ് ആളുകളായതുകൊണ്ട് അവർക്ക് കൂടുതൽ വാർഡ് പണിഞ്ഞു അല്ലെങ്കിൽ ബെഡുണ്ട് അല്ലെങ്കിൽ കൂടുതൽ ഫെസിലിറ്റി ഉണ്ട് എന്ന് കാണിക്കാനാണ് താല്പര്യം. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഫണ്ട് മുഴുവൻ അതിലേക്ക് പോകും. അപ്പം അങ്ങനെ വരുമ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഫണ്ടിങ് കുറയാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റിയിലോട്ട് താല്പര്യം കുറയാനും. കാരണം അതുകൊണ്ട് ആരും വോട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ പ്രതിരോധ പ്രവർത്തനം നടത്തിയെന്ന് അതൊരു ഷോ കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ്. പൊതുവേ ഹെൽത്ത് സർവീസിൽ വന്നിരിക്കുന്ന ഒരു അപജയം എന്ന് പറയുന്നത് ഈ പ്രതിരോധത്തിനുള്ള ഊന്നൽ കുറഞ്ഞു വന്നു എന്നുള്ളതാണ്. പ്രിവെൻറ്റീവ്, പ്രൊമോട്ടീവ്, പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിൽ ക്യൂററ്റീവ് അതിനോട് കൂടുതൽ. ഈവൻ ഫാമിലി ഹെൽത്ത് സെൻറ്റർ നല്ലൊരു കാൽവയ്പ്പാണ്, പക്ഷെ അവിടെയും നമ്മൾ രോഗി ചികിത്സയ്ക്കാണ് മുൻഗണന, അല്ലാതെ രോഗം വരാതിരിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടി നമ്മുടെ പഞ്ചായത്തുകളെയും ഹെൽത്ത് സർവീസിനെ എല്ലാം ഓറിയൻറ്റ് ചെയ്യണം.
അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോറിറ്റിയാണ് നമ്മുടെ. അതുപോലെ തന്നെ മറ്റൊരു വിമർശനം, കൂടുതൽ വാർഡുകൾ അനുവദിക്കുന്നു, ബെഡുകൾ വരുന്നു, പക്ഷെ അതിനനുസരിച്ച് ഹ്യൂമൻ റിസോഴ്സസ് ഇല്ല. ആവശ്യത്തിന് നഴ്സുമാരില്ല, ഡോക്ടർമാരില്ല. ഇല്ല, അതെന്ന് പറഞ്ഞാൽ ഉടനെ ശമ്പളം കൊടുക്കേണ്ട പ്രശ്നം വരുമ്പോൾ ഫിനാൻസ് അത് തടയും. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് അത് കെട്ടി, പലയിടത്തും എക്യുപ്മെൻറ്റ് വാങ്ങി ഉപയോഗിക്കാതിരിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, പലരും സ്വകാര്യമായിട്ട് പറയുന്ന കാര്യമാണ്. എത്രയോ അത് കുറച്ച് കഴിയുമ്പോൾ അത് ഔട്ട് ഓഫ് ഡേറ്റ് ആയി. മെഡിക്കൽ എക്യുപ്മെൻ്റൊക്കെ വളരെ വേഗം ഔട്ട് ഡേറ്റഡ് ആവും. അപ്പോൾ ഒരു രോഗിയിൽ പോലും പ്രയോഗിക്കാതെ അത് പിന്നെ ഉപയോഗശൂന്യമായി പോകുന്ന അവസരങ്ങൾ വരെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ അതിൽ അസാധാരണത്വമൊന്നുമില്ല, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ആരോഗ്യ മേഖലയിൽ ഒരു സിസ്റ്റമാറ്റിക് ഫെയില്യൂറാണ് അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് നടക്കുന്നത്. അതിൻ്റെ ഫലമാണ് നമ്മൾ ഈ അനുഭവിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അത് ഒരുപാട് റീബൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ ഒരു ഓറിയൻറ്റേഷൻ കൊടുത്ത് അതിന് കാര്യമായ, പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പം പുറമേ നിന്ന് വരുന്ന ഏജൻസികൾ പലതും ഇത് പറയുന്നുണ്ട്. ഇപ്പം പണ്ട് എത്രയോ കാലമായിട്ട് ഈ ഹെൽത്ത് സർവീസിൽ ഇപ്പം പല പല പ്രോജക്ട്സ് വരും. ഇപ്പോൾ വേൾഡ് ബാങ്കിൻ്റെ മുമ്പ് ഇന്ത്യ പോപ്പുലേഷൻ പ്രോജക്റ്റ് വന്നു. അപ്പോൾ അവർ കുറേ കെട്ടിടങ്ങളൊക്കെ പണിഞ്ഞു. അപ്പോൾ അത് അടുത്ത് കഴിഞ്ഞ് പിന്നെ യൂറോപ്യൻ കമ്മീഷൻ്റെ എനിക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ, യൂറോപ്യൻ കമ്മീഷൻ്റെ ഒരു പ്രോജക്റ്റ് ഒരു 10-20 കൊല്ലം മുമ്പാണ്. ആ പ്രോജക്റ്റിൽ അവർ സിമ്പിളായിട്ടുള്ളൊരു പ്രോജക്റ്റായിരുന്നു. ആ പ്രോജക്റ്റ് എന്താണെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് സ്റ്റാഫ്. അപ്പോൾ ഒരു PHC എന്ന് പറഞ്ഞാൽ ആരൊക്കെ വേണം, വേറെ താലൂക്ക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിൽ എത്ര, ഒരു ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള എത്ര PHC വേണം, അതൊക്കെ സ്റ്റാൻഡേർഡൈസ്ഡ് ടെർമിനോളജിയും അതിനുവേണ്ടി മാത്രം. അന്ന് ഒരു ഹെൽത്ത് സർവീസിലെ ഒരു സീനിയർ ഡോക്ടർ ലീഡർഷിപ്പിൽ ഞാനൊക്കെ ആ കമ്മീഷനിലുണ്ടായിരുന്നു. ഞങ്ങളൊരു വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചു. അതനുസരിച്ച് താലൂക്ക് ഹോസ്പിറ്റൽ, അങ്ങനെ ജില്ലയിൽ ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജനറൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് സ്റ്റേറ്റിൽ ഇത്ര എണ്ണം പാടും, അങ്ങനെ ആ രീതിയിലൊരു സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കി. അത് ശരിയോ തെറ്റോ, പക്ഷേ ഒരു സജഷൻ ഉണ്ടായിരുന്നു. അതിലൊന്നുപോലും നടപ്പാക്കിയിട്ടില്ല. കാരണം അത് കഴിഞ്ഞ് വരുമ്പോൾ ഓരോരുത്തരും പറയും നെടുമങ്ങാട് ജനറൽ ഹോസ്പിറ്റൽ വേണം എന്നൊരു ജനപ്രതിനിധി പറയുമ്പോൾ ഉടനെ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ ബോർഡ് മാറ്റി ജനറൽ ഹോസ്പിറ്റലാക്കും. അപ്പോൾ അതൊന്നും നമുക്ക് തടയാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് ഈ കമ്മീഷനെ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടാ. അത്രയും പേർക്ക് TA കൊടുത്തു, നമ്മളൊക്കെ അതിൽ ഭാഗമാക്കാണ്. പക്ഷേ അതൊരു ഫ്യൂട്ടൈൽ എക്സസൈസ്. അത് യൂറോപ്യൻ കമ്മീഷൻ്റെ പൈസ വാങ്ങിക്കുമ്പോൾ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എന്താണ്ടൊക്കെ ചെയ്തു. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഇൻസിൻസിയറായിട്ടുള്ള റിഫോം മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഒരു വലിയ ക്ഷീണമുണ്ട് നമുക്ക്. എന്നാൽ അതേ സമയത്ത് ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ നെയ്ബറിങ് സ്റ്റേറ്റായ തമിഴ്നാട്ടിൽ സത്യം പറഞ്ഞാൽ ഒരുപാട് പരിഷ്കാരങ്ങൾ നടക്കുന്നുണ്ട്. അവർക്ക് ഒരു കാര്യം വിചാരിച്ചാൽ നടത്തിയെടുക്കാനുള്ള ഒരു കഴിവ് കുറച്ചുകൂടെ കൂടുതലാണ്. അതുകൊണ്ട് വളരെയധികം കാലം കഴിയുന്നതിന് മുമ്പ് ഹെൽത്ത് ഇൻഡീസസിൽ അവർ നമ്മളെക്കാളും മുന്നോട്ട് വന്നാൽ അതിൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല. മറ്റൊരു പ്രധാന കാര്യം, ഇത് കൃത്യമാണോ എന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ്. നമ്മൾ കാലങ്ങളായി ഈ സെക്സ് റേഷ്യോയിൽ കേരളം രാജ്യത്ത് തന്നെ മുന്നിൽ നിന്നതാണ്. ഇപ്പോഴും അഡൾട്ട് പോപ്പുലേഷൻ എടുക്കുമ്പോൾ കേരളം മുന്നിൽ തന്നെയാണ് ദേശീയ ശരാശരിയെക്കാട്ടിലും. പക്ഷേ ഈ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം, അതായത് 2018, 2019, 2020 ഡിസംബർ വരെ കാലയളവിൽ അവർ നടത്തിയ പഠനപ്രകാരം 2021 ആ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തു. അതിൽ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ കാര്യത്തിൽ ഈ സെക്സ് റേഷ്യോ അതിൻ്റെ മുൻ റിപ്പോർട്ടിൽ 1047 ആയിരുന്നു. അതിൽ നിന്ന് 951 വന്നു. എന്താണ് ഇത് തരുന്ന സൂചന? അങ്ങനെ ഒറ്റ ഒരു സൂചന, ഒരു ഇൻഡെക്സിന് ഒരു കാലഘട്ടത്തിലൊരു മാറ്റം വന്നുകൊണ്ട് അത്ര അധികം അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ഒരു നിഗമനത്തിലെത്താമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്നാമത് ഇതൊരു സാമ്പിൾ സർവേ ആണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, എത്രത്തോളം അതിൻ്റെ നമുക്ക് ആ എസ്റ്റിമേറ്റിൽ ഉറപ്പുണ്ടെന്നുള്ളത്. അത് അറിഞ്ഞാലേ പറ്റുള്ളൂ. ഇത് രണ്ടും തമ്മിൽ ശരിക്കും വ്യത്യാസം ഉണ്ടോ എന്ന് പറയുകയാണെങ്കിൽ അതും കൂടി അറിഞ്ഞിട്ടേ നമുക്ക് ഒരു കമൻറ്റ് പറയാൻ പറ്റുള്ളൂ. ഫീമെയിൽ എന്താ പറയുക, അൺഫേവറബിൾ ആയിട്ടുള്ള സെക്സ് റേഷ്യോ ശരിക്കും പറഞ്ഞാൽ അറ്റ് ബർത്ത് മെയിൽ ഫേവറബിൾ ആണ് സെക്സ് റേഷ്യോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അത് ഈക്വൽ ആവുന്നത്, പിന്നെയാണ് ഫീമെയിൽ ഫേവറബിൾ ആവുന്നത്. കാരണം മെയിൽ എംബ്രിയോസും മെയിൽ ചിൽഡ്രനും ആണ് കൂടുതൽ റിസ്ക് ഉള്ളത്. അപ്പോൾ ആ ഒരു ഡെത്ത് റേറ്റ് കൂടെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴേ അത് ഈക്വലൈസ് ചെയ്ത് പിന്നീട് ഫീമെയിൽ ഫേവറബിൾ ആവുകയുള്ളൂ. അപ്പോൾ ആ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് കാണുന്നതാണോ എന്ന് ഒന്നുകൂടെ പരിശോധിച്ചാലേ പറയാൻ പറ്റുള്ളൂ.
പിന്നെ നമുക്കിപ്പോൾ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ ഇത്തവണ നമുക്ക് സെൻസസ് ഒന്നും നടന്നില്ല, അതുകൊണ്ട് അഡൾട്ട് സെക്സ് റേഷ്യോയിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ഇപ്പോൾ പറയാറായിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മുടെ മറ്റുള്ള കണക്കുകളൊന്നും അങ്ങനെ കാണിക്കുന്നില്ല. നമുക്ക് 2021 റിലീസ് ആവേണ്ട സെൻസസ് ഡേറ്റ ഇതുവരെയും വന്നിട്ടില്ല. അതൊരു വലിയ നടന്നില്ലല്ലോ, നടന്നില്ല. പക്ഷേ അതൊരു നമുക്ക് ഈ ഒരു സ്റ്റഡീസ് ഇപ്പോൾ ഒരു സാമ്പിൾ എടുത്ത് നടത്തിയ ഈ റിപ്പോർട്ട് മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ. എത്ര ഇപ്പം ഇത് കണ്ട് അതിശയപ്പെട്ട് സെർച്ച് ചെയ്ത് ബാക്കി എല്ലാം നോക്കിയാലും ഇതാണ് കൊടുത്തേക്കുന്നത്, വേറെ നമുക്ക് കണക്കുകളില്ല. അപ്പോൾ നാച്ചുറൽ അബോർഷൻ യൂഷ്വലി സംഭവിക്കുന്നത് ആൺകുഞ്ഞുങ്ങൾക്കായതുകൊണ്ട് അണ്ടർ 5 എടുക്കുമ്പോൾ പെൺകുട്ടികളാണ് മുന്നിൽ നിൽക്കേണ്ടത്. ഇങ്ങനെയാണ് ഇതുവരെയും കേരളത്തിൽ. പക്ഷെ ഇപ്പോൾ ഈ വ്യത്യാസം വന്ന് അതിനെക്കുറിച്ച് പഠിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും നമുക്ക് ഡെമോഗ്രാഫേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗുണമുള്ളത് കേരളത്തിലെ ആശുപത്രി പ്രസവങ്ങളാണ് മിക്കവാറും എല്ലാം കൃത്യമായി റിപ്പോർട്ട് അപ്പോൾ അതിൻ്റെ എല്ലാ റിപ്പോർട്ടുകളും കളക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അറ്റ് ബർത്ത് ഉള്ള സെക്സ് റേഷ്യോ എന്താണ്, അത് കഴിഞ്ഞ് 1 ഇയർ അങ്ങനെ നമുക്ക് പഠിക്കണമെങ്കിൽ പഠിക്കാവുന്നതേ ഉള്ളൂ, ശ്രമം നടത്താവുന്നതാണ്. 2021 ഈ റിപ്പോർട്ട് റിലീസായതാണ്. ഇതുവരെയും ഇതിനെക്കുറിച്ചൊരു സീരിയസ് കൺസേൺ ആരിൽ നിന്നും ഉയർന്നിട്ടില്ല. സാറിൻ്റെ റിസർച്ച് ഇതിലേക്ക് വന്നാൽ കൂടുതലായും ഈ കാർഡിയോവാസ്കുലർ ഡിസീസസുമായി ബന്ധപ്പെട്ട് ധാരാളം റിസർച്ച് പേപ്പറുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടല്ലോ. അത് വിവിധ രാജ്യങ്ങളിൽ ഒന്നിച്ചെടുത്ത് നടത്തിയ പഠനങ്ങൾ. അപ്പോൾ ഇതിൽ പ്രധാന ഫൈൻഡിങ്സ് എന്തൊക്കെയാണ്? കാരണം നമ്മൾ ജീവിതശൈലി രോഗങ്ങളിലും കേരളം മുന്നിട്ട് നിൽക്കുകയാണല്ലോ രോഗാവസ്ഥയിൽ. അപ്പോൾ ഇതിലെ പ്രധാന ഫൈൻഡിങ്സ് എന്തൊക്കെയാണ്? കാരണം 21 രാജ്യങ്ങളിലായി നടത്തിയ ഒരു പഠന റിപ്പോർട്ട് 2020 ലാൻഡ്സെറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന കണ്ടു. അതെല്ലാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ ഒരു ഭാഗമായി എന്നുള്ളതേ ഉള്ളൂ. ഒരു വലിയ ഇൻ്റർനാഷണൽ എഫേർട്ടാണ്. അതിലെടുത്ത് പറയേണ്ട കാര്യം, അതിൻ്റെ ലീഡർ എന്ന് പറയുന്നത് സലീം യൂസഫ് എന്ന് പറയുന്ന ഡോക്ടറാണ്. അദ്ദേഹം കാനഡക്കാരനാണ്. അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം അദ്ദേഹം മലയാളിയാണ്. അദ്ദേഹത്തെ കേരള സർക്കാർ ആദരിച്ചിരുന്നു, ഹയസ്റ്റ് സിവിലിയൻ. അദ്ദേഹം കൊച്ചിയിൽ അദ്ദേഹത്തിൻ്റെ ഉമ്മ ഇപ്പോഴും അവിടെ താമസിക്കുന്നുണ്ട്, അദ്ദേഹം വരാറുണ്ട് അമ്മയെ കാണാനായിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടീമുമായിട്ട് ചേർന്ന് നടത്തിയ ഒരു പഠനത്തിലാണ് അത് കണ്ടത്. അതിൽ പ്രധാനമായിട്ട് ഈ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്കാണ് പ്രധാന വില്ലൻ എന്നുള്ള രീതിയിലാണ് അതിൻ്റെ റിസൾട്ട് കാണിക്കുന്നത്. അപ്പോൾ അത് ഈ സോ കോൾഡ് നമ്മൾ അണ്ടർ ഡെവലപ്ഡ് അല്ലെങ്കിൽ തേർഡ് വേൾഡ് അല്ലെങ്കിൽ ലെസ് ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുന്നിടത്ത് പോലും ഇത് കാർഡിയോവാസ്കുലർ ഡിസീസ് ഒരു വലിയ റിസ്ക് ആയിട്ട് വരാനുള്ള കാരണം നമ്മൾ കൂടുതലും കാർബോഹൈഡ്രേറ്റ് റിച്ച് ഒരു ഡയറ്റാണ് കഴിക്കുന്നത്. അല്ലാണ്ട് പണ്ട് വിചാരിച്ചിരുന്ന പോലെ ഫാറ്റ് അത്ര വലിയൊരു വില്ലനല്ല എന്നുള്ള ഒരു ഇതിലാണ് അതിൽ വന്നേക്കുന്നത്. ഫാറ്റിനെക്കാട്ടിലും പ്രധാന വില്ലൻ കാർബോയാണ് അത് പക്ഷേ ഇപ്പം പലയിടത്തും അത് അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പം പലയിടത്തും ഒരു ന്യൂട്രീഷനിസ്റ്റുകൾ തന്നെ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കാൻ പറയും. ഇതിനെ അടിസ്ഥാനമാക്കി സീറോ കാർബൺ ഡയറ്റ്, കീറ്റോ ഡയറ്റ്, ഇതൊക്കെ. അപ്പോൾ ഇതിനെ സാധാരണ ക്ലിനിക്കൽ ഡോക്ടേഴ്സ് തള്ളിപ്പറയുകയാണ്. അതൊക്കെ എന്താന്ന് പറഞ്ഞാൽ അവർ പറയുന്നതിലും കാര്യമുണ്ട്. കാരണം ഒരു എക്സ്ട്രീം ലെവലിലേക്ക് പോകുന്ന വേറെ പ്രശ്നങ്ങളുണ്ടാക്കും, വേറെ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കും. അതുകൊണ്ട് ആ കീറ്റോ ഡയറ്റൊക്കെ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഫലപ്രദമായിരിക്കും. പക്ഷേ അത് പ്രൊലോങ്ഡ് പീരിയഡിൽ എല്ലാവരും ഫോളോ ചെയ്യുന്നത് അത്ര അഡ്വൈസബിൾ അല്ല എന്ന് ക്ലിനീഷ്യൻസ് പറയുന്നത്. പക്ഷേ ഇതിലുള്ള ഒരു പ്രശ്നം നമ്മൾ അറിയേണ്ടത്, ഈ ക്ലിനീഷ്യൻസിൻ്റെ അപ്രോച്ച് എന്ന് പറയുമ്പോൾ അവരുടെ കൺസേൺ ഒരു ഇൻഡിവിജ്വൽ പേഷ്യൻ്റാണ്. നേരെ മറിച്ച് ഒരു പബ്ലിക് ഹെൽത്ത് ആസ്പെക്റ്റിൽ നിന്ന്, എപ്പിഡമിയോളജിക്കൽ ആസ്പെക്റ്റിൽ നിന്ന് വരുമ്പോൾ നമ്മൾ മൊത്തത്തിലുള്ള പോപ്പുലേഷൻ്റെ ചില റിലേഷൻഷിപ്സാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന ഒരു പോപ്പുലേഷനിൽ കൂടുതൽ ഹാർട്ട് ഡിസീസ് ഉണ്ടാകാം എന്നുള്ളതാണ് ഇവർ ഈ പഠനത്തിൽ നിന്നൊക്കെ വരുന്നത്. അപ്പോൾ അത് ഇൻഡിവിജ്വലിലേക്ക് അത് 1 to 1 ആയിട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല. അതുകൊണ്ട് ഞാനിനി കാർബോഹൈഡ്രേറ്റ് ഉപേക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് കുറയ്ക്കണം എന്നുള്ള ഒരു മെസ്സേജ് മാത്രമേ അതിൽ നിന്ന് വരുന്നുള്ളൂ. സാർ ഒരു ക്ലിനിക്കൽ ഡോക്ടർ കൂടിയാണല്ലോ. സാർ എന്താണ് അതിൽ കാണുന്നത്? ഇപ്പോൾ കാർബോ എങ്ങനെയാണ് നമുക്ക് വില്ലനാകുന്നത്? പലപ്പോഴും ഇങ്ങനത്തെ എപ്പിഡമിയോളജിക്കൽ സ്റ്റഡീസിൻ്റെ ഡയറക്റ്റായിട്ടുള്ള അതിൻ്റെ ഒരു കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ് പറയാൻ ബുദ്ധിമുട്ടാണ്. ഒരു അസോസിയേഷൻ ഉണ്ടെന്ന് മാത്രമേ ഇത് പറയുന്നുള്ളൂ. അത് പലതരത്തിലാവാം, പ്രത്യേകിച്ച് ചിലപ്പോൾ ട്രൈഗ്ലിസറൈഡ് വഴിയുള്ള ഇതായിരിക്കാം. അങ്ങനെ പല റൂട്ടുകളും ഉണ്ട്. ഒരുപാട് പോഡ്കാസ്റ്റുകളൊക്കെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് കേൾക്കാറുണ്ട്. ചിലതൊക്കെ ആൾക്കാരെ വഴിതെറ്റിക്കുന്നതാണ്, ചിലത് മാർക്കറ്റ് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഒരു ആവറേജ് പേഴ്സണിന് ഡെയിലി എത്ര ഗ്രാം കാർബോ, പ്രോട്ടീൻ, ഫാറ്റ്, വെജിറ്റബിൾ, ഫ്രൂട്ട്സ് ഇതൊക്കെ നമ്മൾ കഴിക്കണം എന്ന് പറയാൻ പറ്റുമോ? കാരണം സാർ അങ്ങനെ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. 2017
വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, ലെഗ്യൂം, ഇതിൻ്റെ പ്രൊപ്പോർഷൻ. ഉണ്ട്. ഇതെല്ലാം പറഞ്ഞില്ലേ, ഇതൊരു വലിയ എഫേർട്ടിൻ്റെ ഭാഗമായിട്ട് നടത്തിയ. അപ്പോൾ ഞാൻ ഇൻഡിവിജ്വലായിട്ട് അത്, ഞാനൊരു ന്യൂട്രീഷനിസ്റ്റ് അല്ല, അത് ന്യൂട്രീഷനിസ്റ്റുകളും കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. പിന്നെ ഈ ന്യൂട്രീഷൻ സ്റ്റഡീസിലുള്ള വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ നമ്മളോട് തന്നെ ചോദിച്ചാൽ നമുക്ക് കഴിച്ച ഭക്ഷണത്തിൻ്റെ കണക്ക് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ പറയുന്ന ചില മെത്തഡോളജീസ് ഉണ്ട്. ഒന്ന്, എല്ലാ ഭക്ഷണവും വെയ് ചെയ്ത് കഴിക്കുക, അത് ഒരു സാമ്പിൾ എടുത്തിട്ട്, എല്ലാവർക്കും അത് പറ്റില്ല, അവരെ കൊണ്ട് എല്ലാം എന്ത് കഴിച്ചാലും അത് വെയ് ചെയ്തിട്ട്, അല്ലെങ്കിൽ എന്ത് വേറൊരു ടെക്നിക്കുള്ളത്, അവർ ഓരോ ആഴ്ചയിലും വാങ്ങിക്കുന്ന, അവരുപയോഗിക്കുന്ന പ്രൊവിഷൻസിൻ്റെ ഇതെടുത്തിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത്, അങ്ങനെ വലിയ കാൽക്കുലേഷൻസ് ഇൻവോൾവ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് അത്ര ആക്യുറേറ്റ് ആയിട്ടുള്ള പഠനം. അതുകൊണ്ടാണ് ഈ ന്യൂട്രീഷണലായിട്ടുള്ള സ്റ്റഡികളിൽ പലതിലും നമുക്കൊരു കൺക്ലൂഷനിലെത്താൻ പറ്റാത്തത്. കാരണം കറക്റ്റ് എസ്റ്റിമേഷൻ വലിയൊരു പ്രശ്നമാണ്. പക്ഷേ പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള ആഹാരങ്ങൾ, പലതും ഒരേ തരത്തിലുള്ള, നേരത്തെ പറഞ്ഞ പോലെ കീറ്റോ ഡയറ്റ് മാത്രം കഴിക്കുക, അതൊക്കെ അത്ര അഡ്വൈസബിൾ അല്ല. പൊതുവേ വെറൈറ്റി ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയും കൂടുതൽ അതെ പ്രോട്ടീനും എല്ലാം സമീകൃതമായിട്ട് കഴിക്കുക. ഒന്നിനും കൂടുതൽ നമ്മുടെ ഒരു ട്രഡീഷണൽ ഭക്ഷണത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് വളരെ കാർബോഹൈഡ്രേറ്റ് റിച്ച് ആണ്. പൊതുവേ എല്ലാ ഏഷ്യൻ രാജ്യങ്ങളിലും ഉണ്ടത്, നമുക്ക് മാത്രമല്ല. ഏഷ്യയിലിപ്പോൾ ജപ്പാനായാലും കൊറിയ ആയാലും എല്ലാവരും ഒരു റൈസ് ബേസ്ഡ് ഒരു ഡയറ്റാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ഒരു കൾച്ചറലായിട്ട് നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് ഉപേക്ഷിക്കാൻ സാധിക്കുകയില്ല. എന്നാലും ഈ ഒരു പ്രശ്നമുണ്ട്. അതിനകത്ത് സാമ്പത്തികവും ഒരു ഫാക്ടർ ആണല്ലോ. കാരണം തീർച്ചയായിട്ടും കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡിനെക്കാട്ടിലും ചിലവേറിയതാണ് പ്രോട്ടീൻ റിച്ച്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഇപ്പോൾ അതെ പ്രോട്ടീൻ തീർച്ചയായിട്ടും എക്കണോമിക്കലി അത് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആളുകൾ കൂടുതൽ എക്കണോമിക് സ്റ്റെബിലിറ്റിയിലേക്ക് വരുമ്പോൾ അവർ ആ രീതിയിലുള്ള ഫുഡിലേക്ക് പോവുകയും ചെയ്യും. അമേരിക്കയിലൊക്കെ ഇപ്പോഴും അവർ റെഡ് മീറ്റ് ധാരാളം കഴിക്കുന്നുണ്ട്. കാരണം പോപ്പുലേഷനെ സംബന്ധിച്ചോളം അത് ആ ഒരു മെസ്സേജ്. റെഡ് മീറ്റ് ആണോ ചിക്കനാണോ നല്ലത്, അങ്ങനെയും ഒരു തർക്കമുണ്ട്. റെഡ് മീറ്റ് കൂടുതൽ കഴിക്കരുത്. അതെ, അതാണ് അങ്ങനെയാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ അവരത് ഇപ്പോൾ സാധാരണ അമേരിക്കക്കാരനെ അങ്ങനെയാണ് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ റെഡ് മീറ്റ് ആണ് കൂടുതൽ കഴിക്കുന്നത്. അതാണ് അതുകൊണ്ടാണ് അവരോടത് പണ്ട് മുതലേ എത്രയോ കാലമായിട്ട് അവിടെയൊക്കെ റെഡ് മീറ്റിനെതിരായിട്ടുള്ളൊരു പ്രചരണമുണ്ട്. പക്ഷേ അത് നടക്കുന്നില്ല. ആളുകളെ സംബന്ധിച്ചോളം അവർക്ക് യൂസ്ഡ് ആയിട്ടുള്ള ഫുഡ് അവർക്ക് കഴിക്കണം. ഇപ്പോൾ ബീഫ് കഴിക്കരുത് എന്ന് പറഞ്ഞാൽ അതൊരു എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുള്ള രാജ്യങ്ങളിൽ അത് അത്ര ഫലിക്കുമെന്ന്. ഏതാണ് ആരോഗ്യപരമായി നല്ലത്? ആരോഗ്യപരമായി ഇപ്പോഴത്തെ ഒരു നോളജ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ റെഡ് മീറ്റിനേക്കാളും മറ്റേ പോൾട്രിയാണ്, ചിക്കനും ഒക്കെയാണ് കൂടുതൽ നല്ലത്. വെജിറ്റേറിയൻസിനാണെങ്കിൽ ചോറിൻ്റെ ഒപ്പം തന്നെ പയറും പയറ് കഴിക്കാം, ഉൾപ്പെടുത്തണം. പിന്നെ ചിലരിപ്പോൾ വെജിറ്റേറിയൻസ്, സാധാരണ ഇന്ത്യൻ വെജിറ്റേറിയൻസ് ഡയറി പ്രോഡക്ട്സ് കഴിക്കും. അതുകൊണ്ട് തൈരും പാലും ഒക്കെ ഉപയോഗിക്കാം. പിന്നെ വേഗൻസ് ആണെങ്കിൽ പിന്നെ അതുപോലും ഉപേക്ഷിക്കും. ഇതിനൊപ്പം തന്നെ മറ്റൊരു അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട്. അതായത് ഈ ജിനോമിക്സ് മേഖലയിലുള്ളവർ ആൾക്കാരുടെ ജനറ്റിക് സ്ക്രീനിങ് നടത്തി, നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകതകളുണ്ടല്ലോ. അപ്പോൾ ജനറ്റിക് സ്ക്രീനിങ് നടത്തി അവർക്ക് എന്തൊക്കെ അസുഖങ്ങളാണ് വരാൻ സാധ്യതയുള്ളത് അത് കണക്കാക്കി ആരോഗ്യ സംവിധാനങ്ങൾ അവരിലേക്ക് എത്തുകയാണ് ഇനിയുള്ള കാലത്ത് വേണ്ടതെന്ന്. അത് എത്രമാത്രം പ്രായോഗികമാണ്? അതൊരു വലിയ, ഇപ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അതൊരു എത്തിക്കൽ മൈൻഡ് ഫീൽഡാണ്. അതായത് എത്തിക്സിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അത് എത്രത്തോളം നല്ലതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ആ കാര്യത്തിൽ കുറച്ച് കൺസർവേറ്റീവാണ്. കാരണം എല്ലാം നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ആളുകളുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണ്ണമാവാനാണ് സാധ്യത. അതിനെതിരായിട്ടുള്ള ഒരു ആർഗ്യുമെൻറ്റും ഇപ്പോൾ ഉണ്ട്. പലരും പല എത്തിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പലരും പറഞ്ഞു. ഇപ്പോൾ വലിയൊരു ആർഗ്യുമെൻ്റ് ഉള്ളത് ഇപ്പോൾ ഡൗൺ സിൻഡ്രോം പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ ക്രോമസോം സ്റ്റഡിയോട് മനസ്സിലാക്കിയാൽ ആ ഇതിനെ ഒഴിവാക്കാം, പ്രസവം ഒഴിവാക്കാം എന്ന് പലരും വിചാരിക്കുന്നുണ്ട്, പലരും ചെയ്യുന്നുണ്ടായിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അതിനെതിരായിട്ടൊരു മൂവ്മെൻ്റ് ഉണ്ട്. കാരണം അങ്ങനെയുള്ള കൺസീവ് ചെയ്യപ്പെടുന്ന കുട്ടികൾക്കും ജീവിക്കാൻ അവകാശമുണ്ട്. അതുകൊണ്ട് അതിനെ അങ്ങനെ ഒരു നേരത്തെ സ്ക്രീൻ ചെയ്ത് നശിപ്പിക്കുന്നത് തെറ്റാണെന്നുള്ളൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഏതാണ് ശരിയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ ഇൻഡിവിജ്വൽ ചോയ്സാണെന്ന് പറയാനേ പറ്റുള്ളൂ. ഇപ്പോൾ പക്ഷേ ഇതിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് ഈ ജനറ്റിക് ഇതുകൊണ്ട് അങ്ങനെ 1-to-1 ആയിട്ട് നമുക്ക് ഈ ജീനുള്ളതുകൊണ്ട് മറ്റത് വരും, അങ്ങനെയുള്ള ചെറിയ 1 ജീൻ
വെച്ച് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില പ്രധാനപ്പെട്ട രോഗങ്ങളുണ്ട്. ഇപ്പോൾ ചില മസിൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഫീനൽ കിറ്റോണിയൂറിയ പോലെയുള്ള അങ്ങനെയൊക്കെയുള്ള ചില ഒരു എൻസൈം ഡിഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും നേരത്തെ കണ്ടുപിടിച്ചാൽ ഒഴിവാക്കുന്നത് നല്ലതാണ്. പക്ഷേ പലതും മൾട്ടി ജീൻ ഡിസോർഡേഴ്സാണ്. അങ്ങനെ വരുമ്പോൾ ഒരു ജീൻ അല്ലെങ്കിൽ അത് മാത്രം കണ്ടുപിടിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രൊഫൈലിംഗ് കൊണ്ട് എത്രത്തോളം മെച്ചമുണ്ടെന്ന് ഇങ്ങനെയുള്ള വളരെ സിക്കിൾ സെല്ല് പോലെയൊക്കെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ അതിന് നേരത്തെ പ്രിക്കോഷൻ എടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ സെലക്റ്റഡായിട്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി സ്ക്രീനിങ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. കാരണം അതിൻ്റെ ടെക്നോളജി ഇപ്പോൾ നമുക്കുണ്ട്. ഇപ്പോൾ വായിച്ചിട്ടുണ്ട് ഈ സ്പോർട്സ് പേഴ്സൺസ് ഒക്കെ ഇപ്പോൾ ഒരു ജനറ്റിക് സ്ക്രീനിങ് നടത്തി അവരുടെ ഡയറ്റ് നിശ്ചയിക്കുകയും അതിനനുസരിച്ച് അവർ കൂടുതൽ ബെറ്റർ പെർഫോം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് വായിച്ചിട്ടുണ്ട്. അതിന് എത്രത്തോളം സയൻസ് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനതിനെക്കുറിച്ച് വായിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടെക്നോളജി ഒരുപാട് മുന്നിലോട്ട് വന്നു. അപ്പോൾ ആ ടെക്നോളജിയെ കമേഴ്ഷ്യലൈസ് ചെയ്യാൻ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിന് എവിടെയാണ് മാർക്കറ്റെന്ന് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മാർക്കറ്റ് ഉണ്ടാക്കി അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് അങ്ങനെ ഒരു ആവശ്യം കൂടെ ഇതിനുണ്ട്. ഇപ്പോൾ കേരള സർക്കാരാണെങ്കിൽ മെഡിക്കൽ ഡേറ്റ ബാങ്ക് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഏത് സർക്കാർ ആശുപത്രി ചെന്നാലും നമ്മുടെ ആധാർ നമ്പറോ രജിസ്റ്റേർഡ് ഫോൺ നമ്പറോ കൊടുത്താൽ ഫുൾ ഡീറ്റെയിൽസ് ആയിക്കഴിഞ്ഞു. ഇപ്പോൾ ജെനോമിക് ഡേറ്റ ബാങ്കും തുടങ്ങുന്നതായി കഴിഞ്ഞ കേരളീയം സമ്മേളനത്തിൽ മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചു. ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെ സർക്കാർ ഉദ്ദേശിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? അല്ല, ഈ ജെനോമിക് ഡാറ്റ ബാങ്ക് എന്ന് പറയുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം എല്ലാവരുടെയും കഴിയുന്നത്ര ജനറ്റിക് സ്ക്രീനിങ് നടത്തി ആ ഡേറ്റ സൂക്ഷിക്കുക. അതിൽ ഈ പറഞ്ഞ പോലെയുള്ള എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ട് ഒരുപാട്. കാരണം നമ്മുടെ ഡാറ്റ, നമ്മുടെ പ്രൈവസി പ്രൊട്ടക്ഷൻ്റെ ഇഷ്യൂ ഉണ്ട്, ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം സോർട്ട് ഔട്ട് ചെയ്തിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ പലയിടത്തും US-ലൊക്കെ അങ്ങനെ നിയമമുണ്ട്, ഇത് വെച്ച് മെഡിക്കൽ ഇൻഷുറൻസ് ഡിനൈ ചെയ്യപ്പെടരുത്. അങ്ങനെയൊക്കെ സർക്കാർ പ്രിവെന്റീവ് മെഷേഴ്സ് എടുത്താൽ അത് നല്ലതല്ലേ? അതെ, അങ്ങനെ ചെയ്യണം. ആ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഇങ്ങനെയുള്ള പല ടെക്നോളജീസ്, ഇപ്പോൾ AI-ലൊക്കെ തന്നെ ഇപ്പോൾ യൂറോപ്യൻ കമ്മീഷനൊക്കെ അതിന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവരാണെന്ന് തോന്നുന്നു ഏറ്റവും അധികം ടെക്നോളജിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് യൂറോപ്യൻ കമ്മീഷനാണ്. അമേരിക്കയിൽ കുറേയും കൂടെ സ്വാതന്ത്ര്യമുണ്ട്. കാരണം അവർക്ക് പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നത് തടയരുതെന്നുള്ള ഒരു അഭിപ്രായത്തിൽ അവർ കുറച്ചുകൂടെ റിസ്ക് എടുക്കാൻ തയ്യാറാണ്. നമുക്കുള്ള പ്രശ്നം, നമുക്ക് നിയമങ്ങൾ പോലും ഉള്ള നിയമങ്ങളൊട്ടും ശക്തമല്ല. പുതിയ നിയമങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. നമുക്കിതുവരെ ഒരു ഡേറ്റ പ്രൊട്ടക്ഷൻ ബില്ല് പോലും പാസ്സാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഇപ്പോൾ, പക്ഷെ അതിനും അപ്പുറമാണ് നമ്മുടെ കാലത്തിൻ്റെ ആവശ്യം. അതെ, അപ്പോൾ ടെക്നോളജി അതിനൊക്കെ മുമ്പേ സഞ്ചരിക്കും. അതാണ് ഇതിൻ്റെ ഒരു വലിയ ഡേഞ്ചർ. നമ്മൾ ഒരുപാട് പിന്നിലാണ്. സത്യം പറഞ്ഞാൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ബില്ല് ഇതുവരെ വന്നിട്ടില്ല. ഇതെല്ലാം ഇങ്ങനെ ഫ്രീസറിലിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ അതിനും അപ്പുറം AI, ഇതുപോലെ ജെനോമിക് ഡേറ്റ ബാങ്ക്, ഇതൊക്കെ നമ്മളെ ബാധിക്കുകയാണ്. വലിയ റിസ്ക്കാണ്. അത് ഭാവിയിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു റിസ്ക്കാണ്. പക്ഷെ ഇതിനൊരു പ്രാധാന്യം നമ്മുടെ ഇന്ത്യയിൽ പൊതുവേ ഒരു ഹൈലി പ്രൈവറ്റൈസ്ഡ് മെഡിസിനുമാണ് ഇപ്പോഴും. അതെ, അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം അത് കമേഴ്ഷ്യലി എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനുള്ള വലിയ പൊട്ടൻഷ്യലുണ്ട്. സാറിൻ്റെ ഒരു ഔദ്യോഗിക ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, സാറ് 80s പീഡിയാട്രിക്സിൽ MD കഴിഞ്ഞ് തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ട്യൂട്ടറായി ജോയിൻ ചെയ്തു. പക്ഷെ പിന്നെ സാറ് നേരെ അപ്ലൈഡ് എക്കണോമിക്സിലേക്ക് തിരിഞ്ഞ് ഹയർ സ്റ്റഡീസിൽ പോയി. ഹാർവാർഡിൽ നിന്ന് പബ്ലിക് ഹെൽത്തിൽ മാസ്റ്റേഴ്സ്, പിന്നെ ഇവിടെ വന്ന് റിസർച്ച്. അങ്ങനെ ഒരു കരിയറിലൊരു ഷിഫ്റ്റ് വരാനുണ്ടായ കാരണം എന്താണ്? അത് ഒരു കാരണം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പീഡിയാട്രിക്സ് പഠിക്കുന്ന കാലത്ത് തന്നെ ഈ കുറേ സോഷ്യൽ മൂവ്മെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. അന്നാണ് ഞാൻ അവിടെ എൻ്റെ MBBS കഴിഞ്ഞ സമയത്താണ് ഈ സൈലൻറ്റ് വാലി ഇഷ്യൂ ഒക്കെ വരുന്നത്. അപ്പോൾ ഈ സമൂഹവും ശാസ്ത്രവും തമ്മിലുള്ള ഇൻ്റർഫേസിനെ കുറിച്ച് അതിനെക്കുറിച്ച് എനിക്ക് ഒരുപാട് താല്പര്യം ഉണ്ടാവുകയും ഇപ്പോൾ CDS ലൈബ്രറിയിലൊക്കെ പോയി കുറേ പുസ്തകങ്ങളൊക്കെ വായിച്ചു. അപ്പോൾ ഈ മെഡിക്കൽ കെയർ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരുപാട് ലിറ്ററേച്ചർ അന്നുണ്ടായിരുന്നു. ഇവാനി ലീച്ചൊക്കെ പറയുന്ന മെഡിസിൻ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ഹാംഫുൾ ആണെന്നുള്ളതാണ്. അതായത് അവർ ആളുകളുടെ ജീവിതത്തിൽ കടന്ന് കയറി അതിനെ ഇല്ലാതാക്കുന്ന ഒരു സാധനമാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ പറയുന്നത്. മെഡിക്കൽ നെമസിസ് എന്ന് പറഞ്ഞ വളരെ പ്രശസ്ത, അന്ന് വളരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള പുസ്തകമാണ്.
അപ്പോൾ അതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം 2 തരത്തിൽ ഇത് ഇങ്ങനെ എനിക്കതൊരു ഷോക്കായിരുന്നു. നമ്മൾ ഇത്രയും കാലം പഠിച്ചതൊക്കെ വെറുതെ ആയി എന്നുള്ള രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് എതിരെ ഉള്ള ആർഗ്യുമെൻറ്റ്സ് എന്താണെന്നുള്ള, അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഈ സോഷ്യൽ സയൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യം വന്നു. പിന്നെ അന്ന് തന്നെ ഈ പീഡിയാട്രിക്സിൽ തന്നെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഒരുപാട് ഈ ആർട്ടിഫിഷ്യൽ ബേബി ഫുഡ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കൾച്ചറുണ്ടായിരുന്നു. ലാക്ടജനൊക്കെ വൈഡായിട്ട് മാർക്കറ്റ് ചെയ്യപ്പെടുമായിരുന്നു. ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നും അന്ന് ഇത്രത്തോളം ഒന്നും ഞങ്ങളെ പഠിപ്പിച്ച ഡോക്ടർമാർക്ക് പോലും അത്രയ്ക്ക് അവരത്ര സ്ട്രെസ് ചെയ്യുക. ഇപ്പം മെഡിക്കൽ പീഡിയാട്രിക്സിൻ്റെ ഇവൻറ്റ്സ് പോലും നെസ്ലെയാണ് സ്പോൺസർ ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ചെറുപ്പക്കാരൊക്കെ ഇടയിൽ അത് വലിയൊരു അസ്വസ്ഥത ഉണ്ടാക്കി. അപ്പോഴാണ് എനിക്കിങ്ങനെ ഇതിങ്ങനെ CDSൽ വന്ന് ഇത് പഠിക്കാം എന്നൊരു താല്പര്യം തോന്നി. അപ്പോൾ അതിനൊരു ചാൻസ് കിട്ടിയപ്പോൾ അതൊരു കൊല്ലത്തെ കോഴ്സേ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തീരുമെന്ന് പറഞ്ഞ് അങ്ങനെ ലീവ് എടുത്ത് ഇവിടെ വന്നു. പിന്നെ അതിലോട്ട് കൂടുതൽ ഇൻട്രസ്റ്റായി. അപ്പോൾ ഇത് വിട്ടിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു പബ്ലിക് ഹെൽത്തിലേക്ക് വരണം എന്ന് വിചാരിച്ചല്ല തുടങ്ങിയത്. പക്ഷേ ഒരു സ്റ്റേജിലായപ്പോൾ എനിക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ ആ സമയത്താണ് ഡോക്ടർ വലിയത്താൻ എന്നോട്, ഞാൻ അമേരിക്കയിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ ഞാൻ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്തിട്ട് അന്ന് അവിടുന്ന് അമേരിക്കയിൽ PhD ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. എനിക്ക് അഡ്മിഷൻ കിട്ടി, സ്കോളർഷിപ്പും തരാമെന്ന് പറഞ്ഞാണ്. പക്ഷെ അന്ന് ഇതുപോലെ എൻ്റെ ഫാമിലി, ഭാര്യയും മോൻ ചെറുതായിരുന്നു. അതുകൊണ്ട് അവരെ പിന്നെയും 4-5 കൊല്ലം പിരിഞ്ഞിരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ തിരിച്ചു വരാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ഡോക്ടർ വലിയത്താൻ എന്നെ വിളിച്ചിട്ട്, അദ്ദേഹത്തിന് ഇതിൽ താല്പര്യമുണ്ടായിരുന്നു. മെഡിസിനും ഈ സോഷ്യൽ ഇഷ്യൂസും എക്കണോമിക്സും ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, മെഡിക്കൽ കെയർ എങ്ങനെ കൂടുതൽ പ്ലാൻ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നൊക്കെയുള്ള, അപ്പോൾ അതിനുവേണ്ടി ഒരു റിസർച്ച് യൂണിറ്റ് സ്ഥാപിച്ചു. അപ്പോൾ അതിൽ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ എന്നാൽ അതിലേക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ 2-3 കൊല്ലം അവിടെ വർക്ക് ചെയ്തു. പക്ഷെ അത് പിന്നെ ഇവിടെ എത്താതെ ഇരുന്ന സമയത്താണ്, ഞാൻ അവിടെ നിന്ന് വിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഈ അച്യുതമേനോൻ സെൻറ്റർ സ്ഥാപിക്കാനായിട്ട് സാറ് തീരുമാനിക്കുന്നത്. അങ്ങനെ പിന്നെ അവിടെ പഠിപ്പിക്കാനും ഗവേഷണം ചെയ്യാനും ഒക്കെ ഒരു പീഡിയാട്രിക്സിൽ ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ ഞാനും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിന് വലിയ മാറ്റം വരുന്നില്ല. പക്ഷേ ഇങ്ങനത്തെ ഫീൽഡുകളിലൊന്നും ആരും വർക്ക് ചെയ്തില്ല. അതുകൊണ്ട് എനിക്കത് കുറച്ചുകൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അവിടെ നടന്ന, സാറിൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രധാന ഗവേഷണങ്ങൾ എന്തൊക്കെയാണ്? കൂടുതലും നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിലാണ്. ഞാനും ഡോക്ടർ തങ്കപ്പനും ഉണ്ടായിരുന്നു പ്രധാനമായിട്ടും. ഹാർട്ട് ഡിസീസിനെ കുറിച്ചും ഒക്കെ ഒരുപാട് പഠനങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. ഡയബറ്റീസ് റിലേറ്റഡ് പഠനങ്ങളുണ്ട്. പിന്നെ കുട്ടികളുടെ, നമ്മുടെ സ്റ്റുഡൻസ് പലരും PhD ഒക്കെ ചെയ്ത ഗവേഷണങ്ങളും, പിന്നെ കൊളാബറേറ്റീവായിട്ടുള്ള പിന്നെ ഓഫ് കോഴ്സ് അവിടെ തന്നെയുള്ള ക്ലിനീഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഹാർട്ട് ഫെയിലിയറിൻ്റെ ഒരു പഠനം ഇപ്പോൾ അച്യുതമേനോൻ സെൻറ്റർ ഒക്കെ സഹകരിച്ചുകൊണ്ട് ഒരു രജിസ്ട്രി ഉണ്ട് ശ്രീചിത്രയ്ക്ക്. നമ്മൾ ഇപ്പോൾ ഇന്ത്യയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ മരണനിരക്കിൽ, ജീവിതശൈലി രോഗങ്ങളിൽ മരണനിരക്കിൽ മുന്നിട്ട് നിൽക്കുന്നത് ഹൃദ്രോഗം സംബന്ധിച്ച രോഗങ്ങളാണ്. അപ്പോൾ സാർ ഇവിടെ നടത്തിയ പഠനങ്ങളിൽ എന്താണ് കൂടുതൽ ശ്രദ്ധിച്ചത്, ഇന്ത്യയിലും കേരളത്തിലും? അതായത് മരണകാരണങ്ങളിൽ 1/3 ഹൃദ്രോഗമാണ്. അത് പലർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ പൊതുവേ ഉള്ള ഒരു പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ക്യാൻസറാണ്. ഒരു വലിയ ക്യാൻസർ അല്ല, ഇപ്പോഴും അല്ല, ഭാവിയിലായിക്കൂടാന്നില്ല. പക്ഷേ ഇന്നത്തെ നിലയ്ക്ക് ക്യാൻസർ അല്ല പ്രധാന മരണകാരണം, ഹാർട്ട് ഡിസീസാണ്. ആ രീതിയിലല്ല നമ്മുടെ പക്ഷേ ഒരു മെസ്സേജിങ് പോകുന്നത്. അപ്പം ഞങ്ങൾ തന്നെ ഇപ്പോൾ എനിക്ക് വേറെ ഒരു അസോസിയേഷൻ ഉള്ളത് ഹെൽത്ത് ആക്ഷൻ ബൈ പീപ്പിൾ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, ഒരു വോളണ്ടറി ഓർഗനൈസേഷനാണ്. അത് ഡോക്ടർ CR സോമൻ തുടങ്ങി വെച്ചതാണ്. അപ്പോൾ ഞങ്ങൾ വർക്കലയിൽ ഞങ്ങൾക്കൊരു പഠനം ഉണ്ടായിരുന്നു. അത് 4-5 കൊല്ലത്തോളം അവിടെയുള്ള സകല മരണങ്ങളും എല്ലാം അതിൻ്റെ കാരണങ്ങളുമൊക്കെ നോക്കി. അപ്പോൾ അതിൽ അതൊരു പേപ്പറായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്കൊന്ന് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്ത ഒരു പേപ്പറാണ്. അതായത് ഹൃദ്രോഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോസ് ഓഫ് ഡെത്ത് എന്ന് കൊണ്ടുവരുന്ന ഒരു കാര്യം. അത് മാത്രമല്ല, അതിനെന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? നമ്മുടെ ജീവിതശൈലിയുമായിട്ടോ ആഹാരം അറിയില്ല. അതിൽ നമ്മൾ കണ്ടുപിടിച്ചത് പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ്. ഒന്ന് ഹൃദ്രോഗമാണെന്ന് മാത്രമല്ല, നമ്മൾ കണ്ടുപിടിച്ചത് ഹൃദ്രോഗം, സ്ട്രോക്ക് മുതലായവയൊക്കെ വെസ്റ്റേൺ കൺട്രീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രായത്തിനേക്കാളും ഏകദേശം ഒരു 10 വയസ്സ് നേരത്തെ നമ്മുടെ പോപ്പുലേഷനിൽ വരുന്നുണ്ട് എന്നുള്ളൊരു ഫൈൻഡിങ്ങും കൂടെ അതിൽ നിന്ന് വന്നു. അപ്പോൾ അത് വളരെ കൺസേണിങ് ആണത്. നമുക്ക് എന്തുകൊണ്ട് ഇത്ര നേരത്തെ വരുന്നു, അതിൻ്റെ കാരണം എന്താണ്, അത് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇതെല്ലാം മൾട്ടി ഫാക്ടോറിയൽ ആണല്ലോ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ലാക്ക് ഓഫ് എക്സസൈസ് ആവാം, പുകയില വ്യാപകമായിട്ട് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ
മുമ്പത്തെ ഒരു തലമുറയിൽ വ്യാപകമായിട്ട് പുകവലി ഉണ്ടായിരുന്നു. നമ്മൾ സംസ്ഥാനങ്ങളുടെ ഒരു കണക്ക് ഞാൻ ഈ NFHS സർവേകളുടെ നോക്കുമ്പോൾ കാണുന്നത് പുകയില ഉപയോഗിക്കുന്നതിലും മദ്യം ഉപയോഗിക്കുന്നതിലും നമ്മൾ ഉദ്ദേശിക്കുന്ന കേരളം വളരെ പിന്നിലാണ്. മറ്റ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ അവരൊക്കെയാണ് മുന്നിൽ നിൽക്കുന്നത്. നമ്മളിങ്ങനെ എല്ലാവരും പറയും ഇവിടെ ബിവറേജസിന് വരുമാനം വർദ്ധിക്കുന്നു എന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ മദ്യ ഉപഭോഗം കുറവാണ് ആ സ്റ്റേറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ എന്തുകൊണ്ടാണ് പിന്നെ ഹൃദ്രോഗത്തിൽ നമ്മൾ മുന്നിട്ട് നിൽക്കുന്നത്? അല്ല, അത് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു കാരണമായിട്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഭക്ഷണ ശീലങ്ങളിലേക്കാണോ? എനിക്ക് തോന്നുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഈ NCDയെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ഒരു മെസ്സേജിങ് ആയിട്ട് ചെയ്യാവുന്ന കാര്യം ഒന്ന് ഫിസിക്കൽ ആക്ടിവിറ്റി ലെവൽസാണ്. അത് നമ്മൾ വളരെ വലിയ ചിലവില്ലാതെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും. അപ്പോൾ നമുക്ക് പക്ഷേ അങ്ങനെയുള്ള ഇപ്പോൾ നടപ്പാതകളോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേഡിയങ്ങളോ അങ്ങനെയൊക്കെയുള്ള ഒരു കൾച്ചർ നമ്മൾ ഇതുവരെ ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഇപ്പോൾ കുറച്ചൊക്കെ ജിമ്മുകളൊക്കെ വരുന്നുണ്ട്, പക്ഷെ അതൊരു അർബൻ ഫിനോമിനനാണ്. ചെറുപ്പക്കാരുടെ ഇടയിലാണ് കൂടുതലും. കുറച്ചുകൂടെ മധ്യവയസ്കരായൊക്കെ ഉള്ളവർക്ക് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി നടക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ആവശ്യത്തിനുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ലെവൽ കിട്ടുന്ന പല പഠനങ്ങളും കാണിക്കുന്നത് നമ്മുടെ ഇതിൽ കുറവാണ്. അതേസമയത്ത് ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ളവരുടെ ഇപ്പം ഞങ്ങളുടെ ആ പഠനത്തിൽ തന്നെ ഫിസിക്കലി ആക്റ്റീവായിട്ടുള്ളവരിലുള്ള മരണനിരക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറവായിരുന്നു. അത് ഞങ്ങൾ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി ഒരു വലിയ ഇഷ്യൂ ആണ്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടുപിടിച്ചപ്പോൾ ബ്ലഡ് പ്രഷറോ ഡയബറ്റീസോ ഒക്കെ ഡിറ്റക്റ്റ് ചെയ്ത ആളുകൾ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്നവരുടെ ശതമാനം വളരെ കുറവാണ്. അത് ലോകത്തെല്ലായിടത്തും ഉള്ളൊരു പ്രശ്നമാണ്. എന്നാൽ കേരളത്തിലും അത് വളരെ പ്രത്യേകിച്ച് ഉണ്ടെന്ന് വെച്ചാൽ പലതരത്തിലുള്ള ചികിത്സാ രീതികൾ പരീക്ഷിക്കുക, പിന്നെ മരുന്ന് തന്നെ കഴിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ നിർത്തുക, പിന്നെ ഡോസ് കുറച്ച് കഴിക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആളുകൾ ചെയ്തുകൊണ്ട് അവരുടെ കൺട്രോൾ ലെവൽ കുറവാണ്. ഇപ്പോൾ പ്രഷർ ഉണ്ടെന്ന് അറിയുന്ന ഒരാളുടെ തന്നെ പ്രഷർ എടുത്ത് നോക്കിയാൽ ഹൈ ആയിരിക്കും. പക്ഷേ അയാൾ മരുന്ന് കഴിച്ചിട്ടും കൺട്രോൾ ആവുന്നില്ലെങ്കിൽ കൂടുതൽ മരുന്ന് മാറ്റി കഴിക്കുകയോ ഡോസ് കൂട്ടുകയോ ഒക്കെ ചെയ്യണം. അപ്പം അങ്ങനെ നിരന്തരം ഈ ക്രോണിക് ഡിസീസിൻ്റെ ഒരു പ്രശ്നം അതാണ്. നിരന്തരമായ ഇടപെടൽ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ NCD കൺട്രോളിൻ്റെ തന്നെ ഒരു പ്രശ്നം അതാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഇത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, പക്ഷെ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് മരുന്ന് വാങ്ങിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഫ്രീ ആയിട്ട് മരുന്ന് കൊടുക്കാനുള്ള സംവിധാനം, ഇങ്ങനത്തെ കാര്യങ്ങളെ കൊണ്ട് മരണങ്ങൾ തടയാൻ നമുക്ക് പറ്റും. അതാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ. അതാണ്. പിന്നെ ഡയറ്റിൻ്റെ ശരിയായിട്ടുള്ള അഡ്വൈസ് കൊടുക്കുക. പക്ഷെ മരണനിരക്കിൽ നമ്മൾ അത്ര മുന്നിലല്ലെങ്കിൽ നമ്മൾ ഈ രോഗാവസ്ഥയിലാണ് കേരളം മുന്നിൽ. അതെ അതെ അത് പക്ഷേ അത് 80കളിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണല്ലോ, ലോ മോർട്ടാലിറ്റി ഹൈ മോർബിഡിറ്റി സ്റ്റേറ്റ് ആണെന്നുള്ളത്. പക്ഷേ അതിൽ ഒരു കാര്യമുള്ളത് ഒരു ഡിറ്റക്ഷൻ ബയസ് ഉണ്ടെന്നൊരു വാദമുണ്ട്. അത് കേരളത്തിൽ നേരത്തെ എല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം കൂടുതൽ ആളുകൾ ഹെൽത്ത് സിസ്റ്റമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് ആണെങ്കിലും പബ്ലിക് ആണെങ്കിലും ആശുപത്രിയിൽ പോകാനും രോഗം ഡിറ്റക്റ്റ് ചെയ്യപ്പെടാനുമുള്ള സാധ്യത കേരളീയർക്ക് കൂടുതലാണ്. ഇതിനോടൊപ്പം ഒരു കാര്യം കൂടി, അതായത് ഈ കോവിഡിന് ശേഷം വാർത്തകളിൽ ഈ ചെറുപ്പക്കാർ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നു ഹൃദ്രോഗം മൂലം, ഹൃദയസ്തംഭനം വന്ന്. ഇപ്പോൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ, ചെറുപ്പക്കാരൻ അണ്ടർ 30 ആയിട്ടുള്ള ആൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ഒരു ഉന്നത ഗവേഷണ കേന്ദ്രത്തിൽ റിസർച്ച് സ്റ്റുഡൻറ്റ് ഹോസ്റ്റൽ റൂമിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ഇങ്ങനെയൊക്കെ അപ്പോൾ ആൾക്കാർ ഇത് റിലേറ്റ് ചെയ്യുന്ന കോവിഡ് വാക്സിൻ കാരണം എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ? അതുപോലെ ഗുജറാത്തിൽ ഈ നിരക്ക് വളരെ കൂടി. അവർ തന്നെ ആവശ്യപ്പെട്ട് ICMR അതിൽ പഠനമൊക്കെ നടത്തി. പക്ഷെ വാക്സിൻ പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. എന്നാലും കൺസേൺ ഉണ്ട് പൊതുവെ ജനങ്ങൾക്ക്. പക്ഷേ ഇന്ത്യയിൽ മാത്രമല്ല, ഈ കോവിഡിനെ കുറിച്ചും കോവിഡ് വാക്സിൻ, പ്രത്യേകിച്ച് ഓക്സ്ഫോർഡ് വാക്സിൻ നമ്മുടെ ഇവിടെ ഉപയോഗിച്ചിരുന്നത് അതാണ്. ഓക്സ്ഫോർഡ് വാക്സിനാണ്, വൈറസ്, ഈ ഇനാക്ടിവേറ്റഡ് വൈറസ് വഴിയുള്ള വാക്സിനാണ്. അതിന് ഇങ്ങനത്തെ ഡേഞ്ചറുണ്ട്, ക്ലോട്ടിങ് മെക്കാനിസത്തിൽ അത് ബാധിക്കുന്നുണ്ട്, അതുകൊണ്ട് പലതും സംഭവിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളും അങ്ങനെയുള്ള ഹൈപ്പോത്തസിസും ലോകത്തെല്ലായിടത്തും അത് പരിശോധിച്ചിട്ടുണ്ട്. പോസ്റ്റ് കോവിഡ് സത്യം പറഞ്ഞാൽ നമുക്കിപ്പോഴും വ്യക്തമായിട്ട് അറിയാവുന്നൊരു സ്റ്റാറ്റസ് അല്ല. ആളുകൾ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതിന് ശരിയായിട്ടുള്ള ഒരു പിക്ചർ കിട്ടിയിട്ടില്ല. പക്ഷേ
ഈ പറയപ്പെടുന്ന പോലെയുള്ള ഭയങ്കരമായ അപകട സാധ്യത ഇല്ല എന്നാണ് ഇപ്പോഴത്തെ. ഇവിടെ നമ്മളധികം പഠിച്ചിട്ടില്ല, പക്ഷേ പുറത്തുനിന്നുള്ള പല പഠനങ്ങളും നമ്മൾ കാണുന്നത് നമ്മൾ വിചാരിച്ച പോലെയുള്ള ഹൈ ഡേഞ്ചർ ഇല്ല, പക്ഷേ അങ്ങനെ ഒരു ചെറിയ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ്. ഇവിടെയും അത് പഠനം നടക്കേണ്ടതല്ലേ? കാരണം ജനങ്ങൾ പൊതുവെ എല്ലാവരും പറയുന്നുണ്ട് വാക്സിൻ എടുത്തതിന് ശേഷം അല്ലെ കോവിഡ് വന്നു പോയതിനു ശേഷം ആരോഗ്യം മൊത്തത്തിൽ കുറഞ്ഞു, അടിക്കടി പനി വരുന്നു. ഇത് പൊതുവെ എല്ലാവരും അത് പറയുന്നതാണ്. പക്ഷെ നമ്മൾ ഈ പറയുന്നത് ഇപ്പോൾ സാധാരണ എല്ലാവരും ഇതൊക്കെ പഠിക്കേണ്ടതല്ലേ എന്ന് പറയും. പക്ഷെ അതിൻ്റെ മറുവശം എന്താണെന്ന് വെച്ചാൽ ആരാണ് പഠിക്കുന്നത്? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പഠിക്കാനായിട്ട് ഒരാൾ തുനിഞ്ഞാൽ അതിൻ്റെ അയാളുടെ മുമ്പിൽ പ്രതിബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു പെർമിഷൻ കിട്ടത്തില്ല, അതിനൊരു ഫണ്ടിങ് കിട്ടത്തില്ല. പിന്നെ അയാൾ എന്തിനാ ഇതൊക്കെ പഠിക്കുന്നത്? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാവരുടെ അഭിപ്രായങ്ങൾ മാത്രം ഇങ്ങനെ വായുവിൽ നിൽക്കും, പഠനങ്ങളൊന്നും വരികയില്ല. അപ്പോൾ അതേ പറയാം, ഒരു ഗവേഷണത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഇല്ല ഇവിടെ. അതിൻ്റെ ഒരു വല്ലാത്തൊരു ഇതുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഓർക്കുന്നത് സാറിൻ്റെ അച്ഛൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ കുറിച്ചാണ്. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ അദ്ദേഹവും SSLC മുതൽ LLB വരെ ഫസ്റ്റ് റാങ്ക് ഗോൾഡ് മെഡലോടൊക്കെ അക്കാദമിക് രംഗത്ത് വളരെ ഉയർന്നു വന്ന് പ്രാക്ടീസ് തുടങ്ങി ജനസേവനത്തിലേക്ക് ഇറങ്ങിയ ആളാണ്. ഒരു കമ്പാരിസൺ അവിടെ വരുന്നുണ്ട്. പക്ഷേ ആ ഒരു സ്റ്റേറ്റിനെ കുറിച്ച് ഇത്രയും ദീർഘവീക്ഷണത്തോടെ ചിന്തിച്ച് ഒരുപാട് പദ്ധതികൾ നടപ്പാക്കി. ഇപ്പം നമുക്കിന്ന് എന്തൊക്കെ ഗവേഷണ സ്ഥാപനങ്ങളുണ്ടോ, വ്യവസായങ്ങളുണ്ടോ, അതെല്ലാം അക്കാലത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് സ്ഥാപിതമായതാണ്. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് തൊട്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റി വരെ എല്ലാം. അപ്പോൾ അങ്ങനെ ഒരാൾ അച്ഛനായിരിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഇൻസ്പിറേഷൻ എന്താണ്? ഞാൻ പൊതുപ്രവർത്തകനൊന്നുമല്ല, ഞാൻ എൻ്റെ അക്കാഡമിക് താല്പര്യം കൊണ്ടാണ് എൻ്റെ ഇപ്പോൾ കേട്ടപ്പോൾ ഒരു പെട്ടെന്ന് ഓർമ്മ വന്ന് അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത് ഞാനതിനെ സമീപിക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു അക്കാഡമിക് ഡിസിപ്ലിൻ എന്നുള്ള രീതിയിലാണ് കൂടുതലും. അല്ലാതെ പബ്ലിക് ഹെൽത്തിന് 2 ആസ്പെക്റ്റ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു ഫീൽഡ് ഒരു ആക്ടിവിസ്റ്റ് ആസ്പെക്റ്റും ഉണ്ട്. അപ്പം ആ രീതിയിലാണല്ലോ ഞാൻ ആദ്യം തുടങ്ങിയത് അവിടെ നിന്നാണ്. പക്ഷേ പിന്നീട് അത് എന്നെ സംബന്ധിച്ചുള്ള ഒരു അക്കാഡമിക് പാഷനായിട്ട് മാറി. കാരണം പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു മെഡിസിൻ്റെ ഒരു സബ് അല്ല എന്നുള്ളതാണ് എൻ്റെ കൺസെപ്റ്റ്. അത് മെഡിസിനും സോഷ്യൽ സയൻസും ചേരുന്ന ഒരു ജനസേവനം തന്നെയാണ്. അതെ. അപ്പോൾ പക്ഷെ അവിടെ വരുന്നത് എന്നെ സംബന്ധിച്ചോളം അതിലുള്ള അക്കാഡമിക് റൈഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതല്ലാതെ ഇപ്പോൾ പല ആക്ടിവിസ്റ്റുകളും പലതും ക്ലെയിം ചെയ്യും. ഞാൻ ഉദാഹരണങ്ങൾ പറയുന്നില്ല, യാതൊരു തെളിവും ഇല്ലാതെ അപ്പോൾ അതിനോട് എനിക്ക് യോജിപ്പില്ല. നമ്മൾ പഠിക്കുന്നത് കാര്യമായിട്ട് പഠിച്ച് തന്നെ പറയണം. ചിലപ്പോൾ നമ്മളുടെ നമ്മുടെ ഊഹങ്ങൾ തെറ്റായിരിക്കും. അങ്ങനെയാണ് അത് പറയാനുള്ള സത്യസന്ധതയും നമുക്ക് വേണം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സമീപനമാണ് എന്നെ സംബന്ധിച്ചോളം കൂടുതൽ ഉള്ളത്. അല്ലാതെ ഞാനിപ്പോൾ അതുപോലെ എന്നാലും ജനസേവനത്തിന് ഇറങ്ങിയതല്ല. ഞാൻ അതല്ല ചോദിച്ചത്. അങ്ങനെ ഒരു അച്ഛൻ, അങ്ങനെ ഒരാൾ നമുക്ക് അച്ഛൻ ആയിരിക്കുമ്പോൾ അച്ഛനിൽ നിന്ന് മകൻ ഇൻസ്പയർഡ് ആകുന്നത് അങ്ങനെ എന്തെങ്കിലും? അച്ഛനിൽ നിന്ന് ഇൻസ്പയർഡ് ആകുന്നത് അദ്ദേഹം വലിയൊരു എന്താ പറയണ്ടേ, ഇപ്പോൾ ഞങ്ങളുടെ ഫാമിലി സർക്കിളിലാണെങ്കിൽ പോലും അദ്ദേഹം ഒരു പ്രത്യേക തരത്തിലുള്ള എല്ലാവരും അംഗീകരിച്ച പുള്ളിയെ പോലെ ആവാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ പലരും എന്നോട് ചോദിക്കാറുണ്ട് എന്താ രാഷ്ട്രീയത്തിൽ പോകാത്തതെന്ന്. അപ്പം ഞാൻ പറയുന്നത് പ്രധാനപ്പെട്ട ഉത്തരം ഇതാണ്. കാരണം ഉടനെ തന്നെ എന്നെ കമ്പയർ ചെയ്യുന്നത് എൻ്റെ അച്ഛനുമായിട്ടായിരിക്കും. അപ്പം ഞാൻ മോശക്കാരനാവും, എനിക്ക് യാതൊരു സംശയമില്ല. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് അല്ലെങ്കിലും എനിക്ക് താല്പര്യമില്ലായിരുന്നു. തീർച്ചയായിട്ടും ഒരു ഇൻസ്പിറേഷനാണ്. ഇങ്ങനെ ഒരു ലൈഫ് ലീഡ് ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് വലിയൊരു ഇൻസ്പിറേഷൻ തന്നെയാണ് പല കാര്യങ്ങളിലും. ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനുള്ള താല്പര്യവും എല്ലാം അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയതായിരിക്കും. അത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. കാരണം വളരെ ദീർഘവീക്ഷണത്തോടെ ഒരു സ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾ കണ്ട് അത് നടപ്പാക്കിയ ഒരാൾ വീട്ടിൽ എടുക്കുന്ന സമീപനങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ സാറ് സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്തുമൊക്കെ അപ്പോൾ നമ്മൾ പുറമേ കാണുന്നതല്ലാതെ അതിനപ്പുറമുള്ള കാര്യങ്ങൾ കാണാൻ പഠിക്കുകയും സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അദ്ദേഹം ഒരു എന്താ പറയുക, ഒന്നിലും അങ്ങനെ അധികം ഇടപെടാത്തൊരു പേരൻ്റായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം പുള്ളി വളരെ ബിസി ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ വളർത്തിയത് സത്യം പറഞ്ഞാൽ അമ്മയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടോയെന്ന് എനിക്ക് ധൈര്യത്തോടുകൂടി പറയാൻ പറ്റില്ല. പക്ഷേ ഒരു റോൾ മോഡൽ എന്നുള്ള നിലയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് എപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പം തന്നെ ഒരു സാധാരണ ഡോക്ടർ കാണുന്നതിനപ്പുറം എന്തുകൊണ്ട്
പീഡിയാട്രിക്സിൻ്റെ മീറ്റിങ്ങുകൾ, കോൺഫറൻസുകളൊക്കെ ഒരു നെസ്ലെ പോലുള്ള കമ്പനി എന്തുകൊണ്ട് ഓർഗനൈസ് ചെയ്യുന്നു, അങ്ങനെ ഒരു ചിന്ത വരുന്നത് അല്ല അത് അതുകൊണ്ടായിരിക്കണം. പക്ഷേ പുള്ളി പറഞ്ഞ മാതിരി നീ അങ്ങനെ ചിന്തിക്കുകയെന്ന് അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്ത് പഠിക്കണം എന്നും ഒന്നും പറഞ്ഞിട്ടില്ല. അത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ MBBS എടുത്തു കഴിഞ്ഞപ്പോഴേ ഏത് സ്പെഷ്യലൈസ് ചെയ്യണമെന്നോ ഒന്നും അങ്ങനെ ഒരു സജഷനൊന്നും അങ്ങനെ ഒരു ഇൻ്റർഫിയർ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻ പോലും പറഞ്ഞിട്ടില്ലാത്തൊരു, ഡോക്ടറാവണമെന്ന് പോലും പറഞ്ഞിട്ടില്ല. അതൊക്കെ നമ്മുടെ തന്നെ സ്വന്തം തീരുമാനങ്ങൾക്ക് വിട്ട് നിന്നിട്ടുള്ള ഒരാളാണ്. പക്ഷെ അപ്പോൾ അതേ സമയത്ത് നമുക്ക് ഇപ്പോൾ ഇത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാളാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഒരു എക്സാമ്പിളാണല്ലോ. അപ്പോൾ ആ രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ആണ് കൂടുതലും. ഇപ്പോൾ ഓൺഗോയിങ് റിസർച്ചസ് എന്തൊക്കെയാണ് സാറിൻ്റെ ഗൈഡൻസിൽ നടക്കുന്നത്? ഇല്ല, ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ആ അമലയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, അവിടുത്തെ റിസർച്ച് ഡയറക്ടറായിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യം, ഞാനായിട്ട് റിസർച്ച് പ്രോജക്ട്സ് ഒന്നും എടുക്കില്ല. അപ്പോൾ അവിടെ നടക്കുന്ന റിസർച്ചുകൾക്ക് എൻ്റെ ഇൻപുട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ അതിന് വിചാരിക്കുന്ന ആദ്യത്തെ എൻ്റെ ഇൻട്രസ്റ്റ് ഒരു ഫേസിൽ മെഡിസിൻ, ക്ലിനിക്കൽ മെഡിസിൻ അതൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പബ്ലിക് ഹെൽത്തിലേക്ക് കടന്നു. ഒരുപാട് കാലം പബ്ലിക് ഹെൽത്ത് പഠിച്ചു. ഇപ്പോൾ ആ റിട്ടയർമെൻറ്റിന് ശേഷം ഇപ്പോൾ എൻ്റെ താല്പര്യം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അങ്ങനത്തെ, അപ്പോൾ ആ മേഖലയിൽ ഞാൻ സ്വയം പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് എൻ്റെ എഫേർട്ട് ഇപ്പോഴത്തെ. അപ്പോൾ എനിക്ക് ഡാറ്റ എക്സ്പ്ലോറേഷൻ, ഡാറ്റ അനാലിസിസിലൊക്കെ വലിയ താല്പര്യമുണ്ട്. സാധാരണ ഡോക്ടർമാർ പോവാത്തൊരു മേഖലയാണ്. ബേസിക്കലി എനിക്ക് കണക്കിനോട് വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു ചാലഞ്ചായിട്ട് എടുത്ത് അതിനെ ഇങ്ങനെ മെരുക്കിയെടുക്കുക. വേറൊന്നിനുമല്ല, എനിക്ക് വേണ്ടി തന്നെ, എനിക്ക് സ്വയം പഠിക്കാൻ വേണ്ടി ഉള്ള ശ്രമത്തിലാണ്. പിന്നെ അധികം കാലം ഇല്ല എന്നുള്ളത്. പീഡിയാട്രിക് മെഡിസിനിൽ നിന്ന് അപ്ലൈഡ് എക്കണോമിക്സ്, അതിൽ നിന്ന് പബ്ലിക് ഹെൽത്ത്, അതിൽ നിന്ന് AI. അതെ, അതാണ് എൻ്റെ യാത്ര. പണ്ട് എൻ്റെ ഒരു പ്രൊഫസർ പറഞ്ഞിട്ടുണ്ട്, അതായത് ആളുകളെ ഇങ്ങനെ ഒരു ടൈപ്പുകളായിട്ട്, ഇപ്പോൾ ഈ നായ്ക്കൾക്കൊക്കെ ഉണ്ടല്ലോ, ചിലത് ഗാർഡ് ഡോഗ്സ് ആണ്, വേറെ ചിലത് നമ്മുടെ ഇൻഡോർ നമ്മുടെ പെറ്റ് ഡോഗ്സ് ആണ്, വേറെ ചിലത് അങ്ങനത്തെ ഓരോ ടൈപ്പ് നായ്ക്കൾ അതിനു വേണ്ടിയുള്ള എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ചില ടൈപ്പുകളുണ്ട്. അപ്പോൾ ഞാൻ ബേസിക്കലി ഒരു ലേണറാണ്. എന്തെങ്കിലും പഠിക്കാൻ പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമാണ്. എത്ര കാലം ഇപ്പോഴും അത് മാറിയിട്ടില്ല. അതാണ് എൻ്റെ ഒരു സ്ട്രോങ് പോയിൻ്റ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഐ എം നോട്ട് എ ഡൂവർ മച്ച്. വളരെയധികം നന്ദി സാർ. ഇനി തുടർന്നും ഗവേഷണങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു. താങ്ക് യു സാർ.